ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ചെയ്തത്. വലിയ തോതിൽ അത്തരത്തിലുള്ള ഫയലുകൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 70% വരുന്ന ഫയലുകൾക്ക് ആ ഫയൽ അദാലത്തുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിനുശേഷമാണ് കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതാത് വകുപ്പുകളുടെ ചാർജ് വഹിക്കുന്ന മന്ത്രിമാർ ഈ പ്രദേശങ്ങൾ സഞ്ചരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി അദാലത്തുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. വലിയ വിജയമായിരുന്നു അത്. ഇതിനുശേഷമാണ് താലൂക്ക് തലങ്ങളിൽ നമ്മുടെ മന്ത്രിമാരെത്തുകയും താലൂക്ക് തല അദാലത്തുകൾ നടത്തുകയും വലിയ തോതിൽ ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞു. ആ അവസരത്തിലും പിന്നീട് ജില്ലാ തലങ്ങളിൽ അതാത് മന്ത്രിമാർ ഇരുന്ന് താലൂക്ക് തലങ്ങളിൽ ലഭിച്ച പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കാത്ത പരാതികൾക്ക് വീണ്ടും പരിശോധന നടത്തുകയും അത്തരം ഫയലുകളിൽ നല്ല രീതിയിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ സംസ്ഥാനത്തെ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് ഈ 5 മേഖലകളിലും പ്രത്യേകം യോഗം ചേരുകയും ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ നിലവിൽ അതിൻ്റെ പ്രവർത്തനത്തെ കൃത്യമായി തന്നെ വിലയിരുത്തി അത്തരം പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന നടപടിയിലേക്കാണ് നമ്മൾ കടന്നത്. LDF ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേരളം കൈവരിച്ച വലിയ നേട്ടങ്ങൾ ഈ യോഗങ്ങളിലത്തെ തന്നെ വിലയിരുത്തുമ്പോൾ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ ലഭ്യമായി. ജനക്ഷേമത്തോടൊപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വേഗത്തിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്ഷേമ പ്രവർത്തനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 64 ലക്ഷത്തോളം വരുന്ന 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 1600 രൂപ പെൻഷൻ നൽകുന്ന ലോകത്ത് തന്നെ ഏറ്റവും ബൃഹത്തായ പദ്ധതി നടക്കുന്നത് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. ഈ ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു പദ്ധതി. മലയോര ഹൈവേയുടെ പ്രവർത്തനം, തീരദേശീയ ഹൈവേയുടെ പ്രവർത്തനം, നാഷണൽ ഹൈവേയുടെ പ്രവർത്തനമടക്കമുള്ള അടിസ്ഥാന വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. 2016 മുമ്പ് കേരളത്തിൽ നിരവധി ഗവൺമെൻറ്റുകൾ അധികാരത്തിലുണ്ടായിരുന്നു. ഒരവസരത്തിൽ കേരളം തന്നെ തകർത്തു പോകും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു. ഈ അവസരത്തിലാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ഈ മേഖലയിലൊക്കെ തന്നെ വലിയ തോതിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ നിരവധിയായ മേഖലകൾ തിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ പറയാൻ കഴിയും. വികസന പ്രവർത്തനങ്ങൾ ഒരു നാടിന് തണലായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2016 ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ നഷ്ടത്തിലോടുന്നു എന്നുള്ള പേരിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. കേരളത്തിൻ്റെ തനതായ സംസ്കാരം പേറുന്ന
മതേതരത്വ പാരമ്പര്യം പേറുന്ന നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുക എന്നുള്ളത് കേരളത്തിൻ്റെ സംസ്കാരത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ഈ അവസരത്തിലാണ് ഗവൺമെൻറ് ശക്തമായി ഈ മേഖലയിൽ ഇടപെടാൻ തീരുമാനിച്ചത്. സമഗ്ര വിദ്യാഭ്യാസ യജ്ഞം എന്ന പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണം നല്ല തോതിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. ആയിരക്കണക്കിന് ക്ലാസ് മുറികൾ ഹൈടെക് ആക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന വിദ്യാലയങ്ങളിൽ ഉള്ളത് ഇന്ന് കേരളത്തിലാണ്. പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി മാറാൻ നമുക്ക് കഴിഞ്ഞു. ഏറ്റവും ക്വാളിറ്റിയുള്ള അക്കാദമിക് നിലവാരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കാര്യത്തിൽ ഇന്ന് നമ്മൾ രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളത് നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുണ്ടാവും. വലിയ മാറ്റമാണ് ഈ രംഗത്തുണ്ടായത്. അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത് നമ്മൾ കൊണ്ടുവരുന്ന വലിയ മാറ്റം കോവിഡിൻ്റെയും നിപ്പയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ആ കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ രാജ്യത്തിലെ ജനങ്ങളെല്ലാം കേരളമല്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിൽ നടന്ന വാർത്തകൾ നിങ്ങൾ കേട്ടതാണ്. ഗംഗാ നദിയിൽ പോലും മൃതശരീരങ്ങൾ ഒഴുകി നടക്കുന്ന കാഴ്ചകൾ നമ്മൾ പത്രത്തിൽ കണ്ടതാണ്, ദൃശ്യമാധ്യമങ്ങൾ കണ്ടതാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കോവിഡ് വന്ന സമയത്ത് വിറങ്ങലിച്ച് നിന്നപ്പോൾ കേരളം എന്നൊരു സംസ്ഥാനമാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരികയും മരണനിരക്ക് കുറക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് ചികിത്സ നൽകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനം ലോകം തന്നെ ശ്ലാഘിച്ചു. ഈ പ്രവർത്തനങ്ങളാണ് പിന്നീട് ലോക ആരോഗ്യ സംഘടനയുടെ പത്രക്കുറിപ്പിൽ പറഞ്ഞത് 25 രാജ്യങ്ങളാണ് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുക. ലോകത്തിൽ തന്നെ 25 രാജ്യങ്ങളെ പറഞ്ഞപ്പോൾ ആ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പേരുണ്ടായിരുന്നു. ആ സംസ്ഥാനത്തിൻ്റെ പേര് അവർ സൂചിപ്പിച്ചത് ദി സ്റ്റേറ്റ് ഓഫ് കേരള എന്നായിരുന്നു. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച ആ നേട്ടങ്ങളുടെ പേരിൽ ലോകം തന്നെ നമ്മുടെ ആശംസകൾ അറിയിക്കുന്ന ആ ഘട്ടം വന്നത് കേരളത്തിലെ ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ടാണ്. 2016 ആരോഗ്യ മേഖലയിലെ ആ ഗവൺമെൻറ് കാലത്ത് 665 കോടി രൂപയായിരുന്നു ആ മേഖലയിലെ ബഡ്ജറ്റ്. എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനങ്ങൾക്കായി നമ്മൾ മാറ്റിവെച്ചത് 2500 കോടി രൂപയാണ്. ഇപ്പോൾ ഓരോ വർഷങ്ങളിലും ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനങ്ങൾക്കായി നമ്മൾ മാറ്റിവെക്കുന്നത്. അവിടെയാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. കേരളത്തിലെ ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള നിരവധിയായുള്ള നേട്ടങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. മെഡിക്കൽ കോളേജുകൾ തൊട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള സംവിധാനങ്ങളിൽ ആവശ്യമായുള്ള ഡോക്ടർമാരെ, പാരാമെഡിക്കൽ സ്റ്റാഫിനെ, ആവശ്യമായുള്ള മരുന്നുകൾ, അടിയന്തരമായുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യം വികസനമടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല ആരോഗ്യ കേന്ദ്രങ്ങളുള്ള സംസ്ഥാനമായി നമ്മൾ മാറിയത് അതുകൊണ്ടാണ്. ഈ ഒരു മാറ്റമാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. കാരുണ്യ പദ്ധതി പ്രകാരം 43 ലക്ഷം പേർക്കാണ് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 73 ലക്ഷം പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ
ജില്ലയായി കോട്ടയം ജില്ല മാറിയത് ഈ കാലഘട്ടത്തിലാണ്. ഇത് വലിയൊരു മാറ്റമാണ്. ഈ ഒരു നേട്ടം LDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. കാർഷിക രംഗത്തുള്ള വലിയ മാറ്റം 2016 2% മാത്രമായിരുന്ന കാർഷിക വളർച്ചാ നിരക്ക് അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ 4.64% വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെല്ലുൽപാദനം ഹെക്ടറിന് 4.56 ടൺ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. തരിശായി കിടക്കുന്ന ഭൂമികളിലൊക്കെ തന്നെ പുതിയ കൃഷി ആരംഭിക്കാൻ, കൃഷി ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. പച്ചക്കറി കൃഷിയുടെ വിസ്തൃതി വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലാണ് വ്യവസായ രംഗത്തുള്ള വലിയ മാറ്റം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിരവധിയായ മാറ്റങ്ങൾ UDF ഭരണകാലത്ത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടതിൻ്റെ വക്കിലായിരുന്നു, നഷ്ടത്തിലായിരുന്നു. പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ലേ ഓഫിലേക്ക് പോയ കാലഘട്ടം. എന്നാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും കേരളത്തിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ലാഭത്തിലോടിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ കഴിഞ്ഞ വർഷം 300 കോടി രൂപയാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ലാഭവിഹിതമായി സർക്കാരിന് ലഭിച്ചത്. പുതിയ നിരവധിയായുള്ള തൊഴിലവസരങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഈ കാലഘട്ടത്തിലാണ്. കേരളത്തിൽ നിരവധിയായ പുതിയ IT പാർക്കുകൾ, ഈ IT പാർക്കുകൾ വന്നതിൻ്റെ ഫലമായി 1,20,000-ലധികം പേർക്ക് ഈ മേഖലയിൽ ജോലി നൽകാൻ നമുക്ക് കഴിഞ്ഞു. വലിയ മാറ്റമല്ലേ? കേരളത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിച്ച നമ്മുടെ യുവാക്കൾക്ക് ജോലി നൽകുന്നതിന് കേരളത്തിൽ പുതുതായി വന്ന IT പാർക്കുകൾ നമ്മൾക്ക് സഹായകരമായി എന്നുള്ളതാണ്. ഈ രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതി, നിരവധിയായ വീടുകൾ നിർമ്മിക്കുക എന്ന് മാത്രമല്ല, കേരളത്തിൽ ഭവനരഹിതമായ ആരും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. ഇതിൻ്റെ ഭാഗമായി 3,80,000 വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ച് വരികയാണ്. അതിൽ പലതും പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി 1,00,000-ലധികം വരുന്ന വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ നടന്നു വരികയാണ്. വലിയ മാറ്റമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന ഈ കാലഘട്ടം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീട് നൽകാനുള്ള ബൃഹത്തായ പദ്ധതിക്കാണ് നമ്മൾ രൂപം നൽകിയിട്ടുള്ളത്. വലിയ മാറ്റമാണ്. അതോടൊപ്പം ദരിദ്രത കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ദാരിദ്ര്യമുക്തമായിട്ടുള്ള സംസ്ഥാനം എന്നുള്ള പദവി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിൽ മൊത്തം ജനസംഖ്യയിൽ 64,000 ആളുകൾ മാത്രമാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത്. അതിൽ പലർക്കും സ്വന്തമായി അധ്വാനിക്കാൻ കഴിവില്ലാത്തവരാണ്, പരസഹായമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയാത്തവരാണ്. അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്കും പൂർണ്ണമായി ഭക്ഷണം എത്തിക്കാനും അവരെ ദാരിദ്ര്യരേഖയിൽ നിന്നും മേലോട്ട് കൊണ്ടുവരാനുള്ള സമഗ്ര പദ്ധതി നടപ്പിലാക്കി വരികയാണ്. 2025 കേരളത്തിൽ ദാരിദ്ര്യമുക്തമായൊരു സംസ്ഥാനം പടുത്തുയർത്തുന്ന ആ വലിയ പ്രഖ്യാപനത്തിനാണ് കേരളം കാതോർക്കാൻ പോകുന്നത്. വലിയ മാറ്റമാണ് രംഗത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരികയാണ്. എല്ലാവർക്കും ഭൂമി എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പട്ടയ വിതരണത്തിൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് 3 ലക്ഷം പേർക്കാണ് നമ്മൾ പട്ടയം നൽകിയത്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും ഇത്ര വേഗത്തിൽ പട്ടയ വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ കായിക രംഗത്തുള്ള വികസന പ്രവർത്തനങ്ങൾ
1700 കോടി രൂപയാണ് കായിക രംഗത്തുള്ള അടിസ്ഥാന വികസനത്തിനായി നമ്മൾ മാറ്റിവെച്ചത്. വൈദ്യുതി രംഗത്തുള്ള മാറ്റം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. 400 മെഗാവാട്ട് വൈദ്യുതി അധികമായി ഈ കാലഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരവധിയായുള്ള പുതിയ ലൈനുകൾ കമ്മീഷൻ ചെയ്യുന്ന കാര്യത്തിൽ വലിയ തോതിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. നിരവധി പാലങ്ങൾ, നിരവധി ഫ്ലൈ ഓവറുകൾ, സർക്കാർ ഓഫീസുകൾ, നിരവധി കെട്ടിടങ്ങൾ അടക്കമുള്ള വലിയ തോതിലുള്ള മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ കേരളം കൈവരിച്ചത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മാറ്റങ്ങൾ നമ്മൾ താരതമ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. മുൻകാലങ്ങളിലുള്ള ഗവൺമെൻറ്റും ഇന്ന് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു താരതമ്യം അത് ചെയ്യുമ്പോൾ മാത്രമാണ് എങ്ങനെയാണ് ഒരു സംസ്ഥാനം നവകേരളം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റം എന്ന് പറയുന്നത്. ദരിദ്രരില്ലാത്ത കേരളം, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു കേരളം, എല്ലാവർക്കും വീട് ലഭിക്കുന്ന ഒരു കേരളം, എല്ലാവർക്കും ഭൂമി ലഭിക്കുന്ന ഒരു കേരളം, എല്ലാവർക്കും ആരോഗ്യമുള്ളൊരു കേരളം, ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യകൾ ഉപയോഗിച്ച് വ്യവസായ പുരോഗതി നേടുന്നൊരു കേരളം, ഈ രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. നവോത്ഥാന കേരളത്തിൽ നിന്നും നവകേരളത്തിലേക്കുള്ളൊരു യാത്രയാണ് ഈ നടക്കുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് ലക്ഷക്കണക്കിനായ ആളുകളുമായി നമ്മൾ സംവദിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം ജനങ്ങളോട് പരസ്പരം ജനങ്ങളെ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് അടക്കമുള്ള ഏജൻസികൾ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതേക്കുറിച്ചൊക്കെ തന്നെ ഇനി സംസാരിക്കുന്ന ആളുകൾ സംസാരിക്കും. കേരളം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ മുന്നോട്ട് പോക്കിന് തടസ്സം നിൽക്കുന്ന എല്ലാ ശക്തികളെയും മാറ്റി നിർത്തിക്കൊണ്ട് കേരളം എന്ന ഒറ്റ മുദ്രാവാക്യത്തോടു കൂടി പിണറായി വിജയൻ നയിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ടും ഏതാനും സമയത്തിനകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ കാണാനാണ് നിങ്ങളെല്ലാവരും എത്തിയതെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിൽ കൂടി ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ വെക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മണിക്കൂറുകളും ആവശ്യമാണ്. പക്ഷേ അതിൽ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ മുന്നോട്ട് പോക്കിന് മുഴുവൻ ആളുകളെയും പിന്തുണ ഉണ്ടാവണമെന്ന് അതോടൊപ്പം തന്നെ ഈ നവകേരള സദസ്സിന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. കേരളത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള സംസ്ഥാന സർക്കാർ പ്രഖ്യാപനത്തെ ഹൃദയത്തിലേറ്റി അത് സാക്ഷാത്കരിച്ച് മുന്നോട്ട് പോകുന്ന ആദരണീയനായ ഭക്ഷ്യ പൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ അവർകൾ സദസ്സിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. ശ്രീ GR അനിൽ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ നമ്മുടെ MLA ശ്രീ K. അൻസലൻ, വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ K. രാധാകൃഷ്ണൻ, ശ്രീ V. അബ്ദുറഹ്മാൻ, പ്രിയങ്കരനായ MLA ശ്രീ V. ജോയ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഗവൺമെൻറ്റിൻ്റെ വിവിധ മേഖലകളിലെ ഇടപെടലുകളെ സംബന്ധിച്ച് കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 18 മുതൽ 35 ദിവസക്കാലം കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച് കേരളത്തിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് സംസാരിക്കാനും ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്
മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ നവകേരള യാത്ര സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കുപ്രചരണങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. ആ കുപ്രചരണങ്ങളെയെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഓരോ നവകേരള സദസ്സിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പതിനായിരക്കണക്കായിട്ടുള്ള ജനങ്ങൾ നവകേരള സദസ്സിൻ്റെ ഓരോ കേന്ദ്രങ്ങളിലും എത്തിച്ചേരുകയാണ്. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ ഒട്ടും പുറകിലല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സദസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന പതിനായിരങ്ങൾ. നവകേരള യാത്ര മാത്രമല്ല, നവകേരള സദസ്സിന് മുന്നോടിയായി പ്രഭാത യോഗങ്ങൾ, എന്തൊക്കെയാണ് പ്രഭാത യോഗങ്ങളെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചത്? സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് എല്ലാ പ്രഭാത യോഗങ്ങളിലും കാണാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ കാട്ടാക്കടയിൽ നടന്ന പ്രഭാത യോഗത്തിലും നെയ്യാറ്റിൻകര മണ്ഡലത്തിൻ്റെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ചർച്ചാ വിഷയമായി. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലെ സാധാരണ ജനങ്ങളുടെ ജീവിത അവസ്ഥയെ സംബന്ധിച്ച് ജീവിത അനുഭവത്തിൽ പറയുന്ന എത്രയോ വാക്കുകൾ, സാധാരണ കൃഷിക്കാർ മുതൽ കർഷക തൊഴിലാളി മുതൽ ആദിവാസി ഊരുകളിലെ ആദിവാസി ഊരുമായി ബന്ധപ്പെട്ട മൂപ്പൻ അടക്കമുള്ള ആളുകൾ, നിരവധി കേന്ദ്രങ്ങളിൽ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള, ഇന്നലെ ചിറയൻകീഴിൽ നിന്ന് പങ്കെടുത്തത് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. തലേ ദിവസം മത്സ്യബന്ധനത്തിന് പോയി രാവിലെ തിരിച്ചെത്തിയ മത്സ്യത്തൊഴിലാളിയാണ് എന്ന് പറഞ്ഞാൽ ദിനംപ്രതി ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളി. അവരുടെ ജീവിത അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഇന്ന് രാവിലെ ഒരു ഭിന്നശേഷി അധ്യാപിക, പൂർണ്ണമായും കാഴ്ചയില്ലാത്ത ഒരു അധ്യാപിക, ആ അധ്യാപിക പ്രകടിപ്പിച്ച വികാരം ഭിന്നശേഷി സുഹൃത്തുക്കൾക്കുള്ള പൊതുവികാരമാണ്. എന്നാൽ അത്തരം ജനതയുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം ഇതിനെ ആക്ഷേപിക്കാൻ രംഗത്ത് വന്നത്. പ്രതിപക്ഷം ആക്ഷേപിക്കാൻ രംഗത്ത് വന്ന് പറഞ്ഞ് എന്തൊക്കെ വിളിച്ചു പറയുന്നത്? നവകേരള സദസ്സുകളെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് ആവർത്തിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇന്ന് രാവിലെയും പ്രഭാത യോഗത്തിന് ശേഷം മാധ്യമ സുഹൃത്തുക്കളുമായി പൊതുകാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രതിപക്ഷം പ്രത്യേകിച്ചും UDF-ന് ഇനിയെങ്കിലും അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ്. അവരുടെ ചിന്തയിൽ മാറ്റം വരുന്ന നവകേരള സദസ്സ് ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളോട് സഹകരിക്കുന്ന നിലപാടെടുക്കണമെന്നാണ്. എന്താ കാര്യം? നമ്മുടെ നാട്, ഇവിടെ നേരത്തെ ശ്രീ അബ്ദുറഹ്മാൻ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ രാജ്യത്ത് ഒന്നാമതായി നിൽക്കുന്ന ഒരു നാടാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം, മുദ്രാവാക്യമല്ല, എല്ലാവർക്കും വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കിയ നാടാണ്. എല്ലാവർക്കും ചികിത്സ, സൗജന്യ ചികിത്സ അടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങൾ, എല്ലാവർക്കും ഭക്ഷണം, ഭക്ഷ്യഭദ്രത പൂർണ്ണമാക്കുവാൻ, എല്ലാവരും കൃഷിയിലേക്ക്, ഇങ്ങനെ നമ്മൾ കാണുന്ന കേരളത്തിൻ്റെ വിവിധങ്ങളായ സാമൂഹ്യ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെൻറ്റും ജനങ്ങളുമായി ഒരുമിച്ച് നിന്ന് യാഥാർത്ഥ്യമാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ നാട്. രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് നിലപാടതാണോ?
രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് അത് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്ന കാലത്തും ഇന്ന് നാട് ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണെങ്കിലും രാജ്യത്തെ സമ്പന്ന ജനതയുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന നയങ്ങൾ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ് എന്ന് ഓരോ ദിവസവും നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ. സമ്പന്നർ കൂടുതൽ കൂടുതൽ സമ്പന്നരാകുന്നു, കോടീശ്വരന്മാർ ശതകോടീശ്വരന്മാരായി മാറുന്നു. രാജ്യത്തെ സാധാരണക്കാർ, കൃഷിക്കാർ അവർ കൂടുതൽ കൂടുതൽ ദരിദ്രരാകുന്ന ഒരു സാമ്പത്തിക നയമാണ് രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നത്. ആ നയങ്ങൾക്കെതിരായിട്ടല്ലേ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭത്തിന് രാജ്യത്തെ കൃഷിക്കാർ ഒരു വർഷക്കാലം നീണ്ടുനിന്ന അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ വേദിയായി രാജ്യത്തെ മാറ്റുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തുകൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുമേഖലാ സംരംഭങ്ങൾ, പൊതു സ്വത്തുക്കളെല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന നയം ദ്രുതഗതിയിൽ നടപ്പാക്കുന്നതാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് വിഭിന്നമായി, അതിന് ബദലായിട്ടുള്ള ജനപക്ഷ നിലപാട്, സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആ ജനതയെ കണ്ടുകൊണ്ടുള്ള ഒരു വികസന ക്ഷേമ നയമാണ് ഇടതുപക്ഷ നയം ഈ കേരളത്തിൽ കഴിഞ്ഞ 7 വർഷമായി നടപ്പാക്കി വരുന്നത്. ആ നയം ആണ് സാധാരണ ജനങ്ങളെ കാണുന്നത്. രാജ്യം ഭരിക്കുന്നവരും ലോകത്തെ വിവിധങ്ങളായിട്ടുള്ള ഭരണകർത്താക്കളെല്ലാം എല്ലാ ജനങ്ങളെയും, വിശേഷിച്ച് സാധാരണ ജനങ്ങളെ കാണുന്നവരല്ല. സാമാന്യ ജനങ്ങളെ കാണാനും സാമാന്യ ജനങ്ങളുടെ ജീവിത പ്രയാസം എന്തെന്ന് അറിയുവാനും അതിന് പരിഹാരം കാണുവാനും അവനെ ആ പ്രയാസങ്ങളിൽ നിന്ന് ഘട്ടം ഘട്ടമായി മാറ്റിയെടുത്ത് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉറപ്പാക്കുക എന്ന അത്തരം ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ഭരണത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ കാണുകയില്ലേ. അതല്ലേ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാരിന് അവരെ അനുകൂലിക്കാത്തവരായി നമ്മുടെ രാജ്യത്ത് നിരവധി ഗവൺമെൻറ്റുകൾ ഉണ്ടെങ്കിലും രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് ബദൽ നയം ഉയർത്തിക്കാട്ടുന്നത് കേരളത്തിൽ മാത്രമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു പോയല്ലോ, ഈ ഗവൺമെൻറ്, രണ്ടാം പിണറായി സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താ? തങ്ങളുടെ ഗവൺമെൻറ് 5 വർഷത്തെ ഭരണം നടത്തി അവസാനിപ്പിക്കലല്ല, മറിച്ച് ഈ കേരളത്തിൽ സാമൂഹ്യമായി സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര നാരായണന്മാരായിട്ടുള്ള അതിദരിദ്രരായ കുടുംബങ്ങളെ ആ ദാരിദ്ര്യാവസ്ഥ മാറ്റിയെടുത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. രാജ്യത്തിൻ്റെ സ്ഥിതി എന്താ? ഏറ്റവും അവസാനത്തെ കണക്ക് 2022-23 ലോകത്തെ 125 രാജ്യങ്ങളുടെ പട്ടിണിക്കാരുടെ അതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോൾ നമ്മുടെ രാജ്യം 125-ൽ 111 സ്ഥാനത്താണ്. 2021-22 കണക്കെന്താ പറയുന്നത്? 2021-22 നാളുകളിൽ നമ്മുടെ രാജ്യം 107 സ്ഥാനത്താണ്. 107 സ്ഥാനത്ത് നിന്ന് അതിൽ നിന്ന് പുറകോട്ട് വരുന്നതല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ ദരിദ്രരെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ്. 111 സ്ഥാനത്തേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പൊതുവായ അവസ്ഥ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയിൽ ഏകദേശം ഒരു 20-25% കുടുംബങ്ങൾ, ആളുകൾ പട്ടിണിക്കാരും അതിദരിദ്രരുമായി കഴിയുന്ന ഒരു നാടാണ് എന്നുള്ള കാര്യം നമ്മൾ കാണണം. രാജ്യം സ്വാതന്ത്ര്യമായി 75 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ ജനത ആഹാരമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല, ചികിത്സയില്ല, ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആ നിലയിൽ കഴിയുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് കേരളത്തിൻ്റെ വ്യത്യസ്തത, കേരളത്തിൻ്റെ പ്രത്യേകത, കേരളത്തിൻ്റെ മാറ്റം രാജ്യം ശ്രദ്ധിക്കുന്നത്, ലോകം ശ്രദ്ധിക്കുന്നത്. അത്തരമൊരു രാജ്യത്ത് ഈ കേരളം അതിദരിദ്രരുടെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ, കേരളത്തിലെ ഗവൺമെൻറ് പരിശോധിച്ച കണക്കല്ല ഞാൻ പറയുന്നത്, രാജ്യത്തിൻ്റെ നീതി ആയോഗ്, കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള നീതി ആയോഗിൻ്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച്
0.5% താഴെയാണ് കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണമെന്നാണ്. ഞങ്ങൾ ഈ ഗവൺമെൻറ് ചുമതല എടുത്തപ്പോൾ ഞങ്ങളതിനെ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കണ്ടെത്തിയ കേരളത്തിലെ സർവേ എല്ലാ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് ആ സർവേ നടപടികൾ പൂർത്തിയാകുമ്പോൾ 0.07% മാത്രമാണ് ഈ കേരളത്തിൽ അതിദരിദ്രർ. എന്ന് പറഞ്ഞാൽ 64,006 കുടുംബങ്ങൾ മാത്രമാണ് അതിദരിദ്ര കുടുംബങ്ങൾ. നമുക്കറിയാമല്ലോ, നമ്മൾ സാക്ഷരത പൂർണ്ണമായി കൈവരിച്ചവരാണ്. സാക്ഷരത കൈവരിക്കുമ്പോഴും ഒരു ചെറിയ ശതമാനത്തിന് ആ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിലും സമ്പൂർണ്ണ സാക്ഷരത എന്ന് നമുക്ക് ലോകമൊട്ടാകെ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞു. എന്താ കാര്യം? ഒരു ചെറിയ ശതമാനം, 0.5%, 0.25% ആണെങ്കിൽ അത് പൊതുവെ ഒന്നായി കൂട്ടുന്ന ഒരവസ്ഥയാണ്. ബാക്കി മുഴുവൻ ആളുകൾക്കും അത്തരം ഒരു സാഹചര്യം എത്തിയാൽ അതൊരു ഗൗരവമായ വിഷയമായി ആരും കാണാറില്ല. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ്, പിണറായി സർക്കാർ, ഞങ്ങൾ തീരുമാനിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ ആ അതിദരിദ്ര കുടുംബങ്ങളുടെ ആ ദാരിദ്ര്യാവസ്ഥ മാറ്റിയെടുക്കാൻ, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമ്മളെപ്പോലെ കഴിയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കണം. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓരോ വകുപ്പും അതിനാവശ്യമായ നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. 2 വർഷം പിന്നിട്ടപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഗവൺമെൻറ് പറയുകയാണ്, 64,006 കുടുംബങ്ങളിൽ 31,000 കുടുംബങ്ങൾ ആ ദാരിദ്ര്യാവസ്ഥ മാറാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു. എന്ന് പറഞ്ഞാൽ അതിൽ ഭക്ഷണം ഇല്ലാത്ത ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ, എൻ്റെ മുന്നിലിരിക്കുന്ന ജനപ്രതിനിധികൾക്കറിയാം, ഓരോ പഞ്ചായത്തിലും 10-12 കുടുംബങ്ങളാണ്. അത്തരം കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് കൃത്യമായി അവരുടെ വീടുകളിലേക്ക് ഭക്ഷ്യധാന്യം എത്തിക്കുകയാണ്. റേഷൻ കാർഡ് ഇല്ലാതിരുന്ന മുഴുവൻ കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് യാഥാർത്ഥ്യമാക്കി. എന്ന് പറഞ്ഞാൽ പ്രതിമാസം 35 കിലോ ധാന്യം അവർക്ക് ഉറപ്പാക്കി സൗജന്യമായി. ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കവറേജിനകത്ത് വരാതെ ചികിത്സ ലഭ്യമാകാതെ നടന്നവർക്ക് ചികിത്സ ഉറപ്പാക്കി. അവരുടെ വീടുകളിലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത അവസ്ഥ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കായി, സൗജന്യ പഠനം. ആ കുടുംബങ്ങളിലെ വീടുമില്ല ഭൂമിയുമില്ലാത്ത ആളുകൾക്ക് ലൈഫിൻ്റെ പദ്ധതിയിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ തീരുമാനിച്ചു ഗവൺമെൻറ്. അതുവരെ അവർക്ക് വാടകയ്ക്ക് കഴിയേണ്ടുന്ന വാടക കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു. ഇങ്ങനെയാണ് ആ അതിദരിദ്രാവസ്ഥ ഒഴിവാക്കിയെടുക്കാനുള്ള പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. 2025 നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ ഈ കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത കേരളമെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ നാടായി, ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. ഇവിടെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജ്യം ഭരിക്കുന്ന 75 വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്റുകളാണെങ്കിലും കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന അവർ ഒരേ ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിലും നമ്മുടെ രാജ്യത്തെ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന അത്തരം ആളുകളെ ആ അവസ്ഥ മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. അവിടെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത തെളിയുന്ന ഒരു നയത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് കോൺഗ്രസ് ആയിരുന്നപ്പോഴാണ് 2013 ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷ്യധാന്യം ഉറപ്പാക്കും, പട്ടിണി കിടക്കുന്ന ഒരാളും രാജ്യത്തുണ്ടാകില്ല എന്ന് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് അന്ന് 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് തന്നെ രാജ്യത്ത് നടപ്പാക്കിയത്. അന്ന് അവർ എന്താ നടപടി സ്വീകരിച്ചത്? ഈ കേരളത്തിൽ ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നമ്മുടെ 3 മന്ത്രിമാർ ശ്രീ സജി ചെറിയാനും ശ്രീ കെ രാജനും അതുപോലെ ആന്റണി രാജുവും സമാപന പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ പോകുന്നത് കൊണ്ടാണ് ഇവിടുന്ന് അവർ വന്ന് നിങ്ങളെ കണ്ട് തിരിച്ചു പോകുന്നത്. ഒരേ സമയത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ഈ വിശദീകരണ യോഗങ്ങൾ നടത്താനും മുഖ്യമന്ത്രിയും നവകേരള സദസ്സിലേക്കെത്തുന്ന നവകേരള യാത്രയും സമയബന്ധിതമായി നടത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയ പരിപാടിയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്.
ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ ആ പാവപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. രാജ്യത്തെ കേരളത്തിൽ 2013 ആ ആക്ട് നടപ്പാക്കിയതോടുകൂടി അതുവരെ നമുക്കുണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറിയായി കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷ്യധാന്യം ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു. അത് വെറുതെ ഉണ്ടായതല്ല. നിങ്ങളിൽ മുതിർന്ന പലർക്കും അറിയാം, 965 നാളുകളിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ, MP-മാർ പാർലമെൻറ്റിൽ നടത്തിയ പ്രക്ഷോഭവും കേരളം ഉയർത്തിക്കൊണ്ടുവന്ന ഭക്ഷ്യഭദ്രതയുടെ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുവാൻ അതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിതമായതാണ്. കാരണം നമ്മൾ കേരളത്തിൽ നാണ്യവിളകളാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കാവശ്യമായ അരി ആഹാരത്തിൻ്റെ നെല്ലിൻ്റെ ഉൽപ്പാദനം എടുത്താൽ ഒരു 15% മാത്രമാണ് കേരളത്തിൽ. നമ്മുടെ ഉൽപ്പാദന രംഗത്തെടുത്തു നോക്കിയാൽ നാണ്യവിളകളാണെങ്കിലും കടലോര തീരപ്രദേശങ്ങൾ മത്സ്യബന്ധനവുമാണ്. ഇത് രണ്ടും രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നതാണ്. കോടാനുകോടി രൂപ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന മലയാളിക്ക് അവൻ കഴിക്കുന്ന അരിയാഹാരം നൽകണമെന്നുള്ള ആ ധാരണയാണ് 2013 വരെ ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റുകൾ കേരളത്തിന് ഭക്ഷ്യധാന്യം ആവശ്യത്തിന് നൽകിക്കൊണ്ടിരുന്നത്. 2013 16 ലക്ഷം മെട്രിക് ടൺ അരിയാണ് നമുക്ക് പ്രതിവർഷം നൽകിയിരുന്നത്. എന്നാൽ 2013 കോൺഗ്രസിൻ്റെ ആ നിയമം പാസാക്കിയതോടുകൂടി കേരളത്തിൽ ഭക്ഷ്യധാന്യ വിതരണം 43% മാത്രമായി പരിമിതപ്പെടുത്തി. 57% പൂർണ്ണമായും ഒഴിവാക്കി. 57% ഒഴിവാക്കുന്നതിന് അവർ പറഞ്ഞത് എന്തെന്നറിയാമോ? ഈ കേരളത്തിൽ അവർക്ക് ഭക്ഷ്യധാന്യം സ്വന്തം നിലയിൽ വാങ്ങി കഴിക്കാനുള്ള ശേഷിയുള്ളവരാണ്, സമ്പന്നരാണ്. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായപ്പോൾ കേരളത്തിൽ ലഭിച്ചിരുന്ന മണ്ണെണ്ണ പൂർണ്ണമായി കേന്ദ്രം അവസാനിപ്പിച്ചു. കേരളത്തിന് അതിനാവശ്യമില്ല. സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമാക്കിയ ഒരു നാടാണ്. അതുപോലെ കേരളത്തിന് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കഴിക്കാൻ ശേഷിയുള്ള 57% കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. 2013 മുതൽ ഈ കേരളത്തിൽ നൽകി വരുന്ന റേഷൻ സംവിധാനത്തിലെ FCIയിൽ നിന്ന് നൽകുന്ന ഭക്ഷ്യധാന്യം അരിയാണെങ്കിൽ 16 ലക്ഷം 14,4 ലക്ഷമായി കുറച്ചു. അതുതന്നെ മുൻഗണനാ കാർഡുകാർക്ക് BPL കുടുംബങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. കഴിഞ്ഞ 2.5 വർഷമായി നമ്മൾ നിരന്തരം ആവശ്യപ്പെടുകയാണ്, നമുക്ക് മുമ്പുണ്ടായിരുന്ന ഭക്ഷ്യധാന്യം പുനഃസ്ഥാപിക്കണം. ഇതുവരെ ആ പുനഃസ്ഥാപിക്കാൻ 1 മണി അരി, ഇതാ ക്രിസ്മസ് അല്ലേ, ഉത്സവ നാളല്ലേ, കഴിഞ്ഞ ഓണക്കാലം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്, ഒരു 5 കിലോ അരി കൂടി എല്ലാ കാർഡുകാർക്കും കൊടുക്കാൻ വേണം. നൽകിയില്ല, 1 മണി അരി നൽകിയില്ല. ഇതാ ക്രിസ്മസിന് 1 മണിയില്ലല്ലോ. കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് ഇതാണ്. നമുക്ക് നൽകിയിരുന്ന 2 ലക്ഷം ടണ്ണാണ്, മെട്രിക് ടണ്ണാണ് കുറച്ചത്. അതിനെതിരായി ശബ്ദിക്കാൻ നിങ്ങൾ കാണുന്നുണ്ടോ? കഴിഞ്ഞ 4.5 വർഷം കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ പാർലമെൻറ്റ് അംഗങ്ങൾ ഈ കേരളത്തിന് നൽകി വരുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഏതെങ്കിലും ഒരു UDFൻ്റെ MP പാർലമെൻറ്റിനകത്ത് ഉന്നയിച്ചതായി നമ്മൾ കേൾക്കാനിടയായിട്ടുണ്ടോ? ഇവിടെ വന്ന് ഒരുപാട് സ്നേഹമാണ്, എന്തൊക്കെ വിമർശനമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതിനിടയ്ക്ക് പ്രചരിപ്പിക്കുകയുണ്ടായി, ക്രിസ്മസ് പ്രമാണിച്ച് കേരളത്തിൽ റേഷൻ കട തുറക്കാൻ സാധ്യതയില്ല. കാര്യം എന്താ? റേഷൻ വിതരണ രംഗത്ത് നിൽക്കുന്ന ഒരു 4-5 ട്രാൻസ്പോർട്ടേഷൻ കമ്പനികൾ, ആ കോൺട്രാക്ടർമാർ അവർ പണിമുടക്കുമെന്ന് നോട്ടീസ് കൊടുത്തപ്പോൾ പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെ വാർത്തയായി വന്നത് കേരളത്തിൽ ക്രിസ്മസ് പ്രമാണിച്ച് റേഷൻ കടയിൽ അരി കിട്ടില്ല, റേഷൻ കട തുറക്കില്ല. ഞാൻ അതാണ് പറഞ്ഞത്, ഇത്തരം കുപ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം. ഞാനിന്ന് ഉച്ചയ്ക്ക് റേഷൻ വിതരണത്തിൻ്റെ സൈറ്റിൽ നോക്കുമ്പോൾ 57 ലക്ഷം കുടുംബങ്ങൾ ഈ കേരളത്തിൽ കഴിഞ്ഞ 22 ദിവസമായി അരി വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നോക്കിയേ, കേരളത്തിൽ ഇതുപോലെ പൊതുവിതരണ രംഗം മെച്ചപ്പെട്ട ഒരു നാട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിൻ്റെ ജനസംഖ്യയിലെ 57% കുടുംബങ്ങൾ, അത്രയധികം ആളുകൾ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യം റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു. ഓരോ മാസവും 85-86 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലെ റേഷൻ കടകളിലേക്ക് പോവുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 8 രൂപ 40 പൈസ കൊടുത്ത് 1 കിലോ അരി വാങ്ങിയാണ് ഈ കേരളത്തിലെ നീല കാർഡുകാരായി എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ഓർക്കണം,
ഈ കേരളത്തിലെ നീല കാർഡുകാരന് 4 രൂപ നിരക്കിൽ കേരളത്തിലെ റേഷൻ കടയിലൂടെ 2 കിലോ അരി കൊടുക്കുന്നത്. ഇതുപോലെയാണ് ഓരോ ചെലവുകളും. ഇത്തരത്തിൽ കേരളത്തിൽ വിവിധ മേഖലകളിൽ മാർക്കറ്റിലെ വില വർധനവ് ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ഫലപ്രദമായ ഇടപെടലാണ് കേരളം നടത്തി വരുന്നത്. ഇതാണ് ഇടതുപക്ഷ ബദൽ. എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കണം. നിങ്ങൾക്കറിയാമല്ലോ, കോവിഡിൻ്റെ നാളുകളിൽ കേരളത്തിൽ സാമൂഹ്യ അടുക്കള, ആ സാമൂഹ്യ അടുക്കളയുടെ തുടർച്ചയായിട്ടാണ് എല്ലാ പഞ്ചായത്തുകളിലും ജനകീയ ഹോട്ടലും സുഭിക്ഷാ ഹോട്ടലുകളും ആരംഭിക്കാൻ തീരുമാനിച്ചത് ഗവൺമെൻറ്. ഇതിനപ്പുറത്തുണ്ടോ ഇത്തരം കാര്യങ്ങൾ? ഞാനൊരു ദിവസം മലപ്പുറത്തെ ഒരു UDF-ൻ്റെ MLA എനിക്കൊരു നിവേദനം കൊണ്ടുതരികയാണ്. ജനകീയ ഹോട്ടൽ 6ാമത്തെ ആ പഞ്ചായത്തിലെ അദ്ദേഹം തരുന്ന നിവേദനത്തിൽ പറയുന്ന ആ പഞ്ചായത്തിലെ 6ാമത്തെ ഹോട്ടലിന് സൗജന്യ നിരക്കിൽ അരി കൊടുക്കണമെന്നാണ്. ഇതാണ് പണി. നമ്മളെന്താ തീരുമാനിച്ചത്? കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ഒരു ജനകീയ ഹോട്ടൽ തുടങ്ങണം. എന്തിനു വേണ്ടിയാ? ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത വളരെ വളരെ സാധുക്കളായ സാധാരണക്കാരായിട്ടുള്ള ഒരാളിന് ന്യായവിലയ്ക്ക് 20 രൂപ നിരക്കിൽ ഭക്ഷണം കഴിക്കാൻ സൗകര്യമൊരുക്കണം. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ഒരാളും ഉണ്ടാകരുത്. വിശപ്പ് രഹിത കേരളം എന്ന ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടാണ്. ആ ഗവൺമെൻറ് കാഴ്ചപ്പാട് ഈ കേരളത്തിലെ ഭക്ഷ്യധാന്യ വിതരണം മാത്രമല്ല, ഓരോ മേഖലകളിലും വിദ്യാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യമാണെങ്കിൽ, അംഗനവാടികളിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യമാണെങ്കിൽ, നഴ്സറികളിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യമാണെങ്കിൽ, ഇനി പൊതുനിരത്തിലേക്ക് എത്തുന്ന ഒരു സാധാരണ ഒരാളിന് ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ നിവർത്തിയില്ലെങ്കിൽ അവന് ചുരുങ്ങിയ ചെറിയ വിലയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ജനകീയ ഹോട്ടൽ. എങ്ങനെ അതിനെ പൊളിക്കാൻ വേണ്ടി വന്നത്? ഇവിടെ സമരത്തിന് വന്നവരുണ്ടല്ലോ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വലിയ AC ബസ് പിടിച്ച് സമരത്തിന് വന്നതിൻ്റെ പടവും വാർത്തയുമെല്ലാം പത്രങ്ങൾ മാധ്യമങ്ങൾ കണ്ടതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പഞ്ചായത്തിലെ 6ാമത്തെ ജനകീയ ഹോട്ടൽ ആരംഭിച്ച് അതിന് അരി കൊടുക്കണം, സൗജന്യ നിരക്കിൽ അരി കൊടുക്കേണ്ട ആവശ്യമാണ് വരുന്നത്. എങ്ങനെ പദ്ധതികളെ ആളുകളെ മുന്നിൽ വികൃതമാക്കാം, തകർക്കാം? കേരളത്തിൻ്റെ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ അറിയുന്നവരാണ് ഞങ്ങളെല്ലാം. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ അകറ്റുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നത്. ഇതിനിടയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിൽ വന്ന കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞു പോയത്, കേരളം വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ധൂർത്തെന്നാണ് കേന്ദ്ര BJP ഗവൺമെൻറ് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളാണ് കേരളത്തിലെ വിവിധ പദ്ധതികൾ. ഇന്ത്യയിലോ ലോകത്തൊരു രാജ്യത്തും ഇത്രയധികം ആളുകൾക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു നാടുണ്ടാക്കാൻ സാധ്യതയില്ല. 64 ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ വിവിധങ്ങളായ സാമൂഹിക പെൻഷൻ കൊടുക്കുന്നത്. കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതിൻ്റെ പകുതി ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അവർക്ക് നിബന്ധനയുണ്ട് കൊടുക്കുന്നതിനെ സംബന്ധിച്ചല്ല, നിയന്ത്രണമുണ്ട് അവർക്കെല്ലാം. അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ വിധവകളായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കോ അത്തരം ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി വളരെ വളരെ കുറച്ചാളുകൾക്കാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. എന്നാൽ ഈ കേരളത്തിലെ പ്രയാസം അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള 64 ലക്ഷം ആളുകൾക്ക് വിവിധങ്ങളായ സാമൂഹ്യ പെൻഷൻ കൊടുക്കുകയാണ്. അങ്ങനെ സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്ന അതിൽ 2, 3, 4 മാസക്കാലം ഇപ്പോൾ വീഴ്ച വന്നല്ലോ. എന്താ കാരണം അതിന് വീഴ്ച വന്നത്? മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ? കേരളത്തിലെ ഗവൺമെൻറ് അത്തരം ആളുകളോട് പ്രതിബദ്ധതയുള്ള ഗവൺമെൻറ്റാണ്. ഞങ്ങളുടെ എല്ലാം ആഗ്രഹം അവർക്ക്, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നത് പോലെ 1-ാം തീയതിയോ 2-ാം തീയതിയോ തന്നെ അവരുടെ കൈകളിൽ പെൻഷൻ തുക എത്തണമെന്നാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് UDF-ൻ്റെ ഭരണകാലത്ത് 600 രൂപയായിരുന്ന പെൻഷൻ ഇന്നിപ്പോൾ 1600 വർദ്ധിപ്പിച്ചത്. UDF-ൻ്റെ ഭരണം അവസാനിക്കുമ്പോൾ 18 മാസക്കാലം കുടിശ്ശിക വരുത്തിപ്പോയ ആ കുടിശ്ശിക 1473 കോടി രൂപയും കൊടുത്തു തീർത്തുകൊണ്ട് കൃത്യമായി എല്ലാ മാസവും പെൻഷൻ കൊടുത്തു വന്നത്. എല്ലാ മാസവും പെൻഷൻ കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് അതിനാവശ്യമായ ഒരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനി എല്ലാ മാസവും പെൻഷൻ മുടക്കമില്ലാതെ കൊടുക്കാൻ നടപടി സ്വീകരിച്ചത്. എന്നാൽ എന്താ ചെയ്തത്? ആ കമ്പനി എടുക്കുന്ന കടബാധ്യതയാണെങ്കിലും ആ കടം കൂടെ
ഗവൺമെൻറ്റിൻ്റെ കടബാധ്യതയ്ക്ക് അകത്തുൾപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആ സാമൂഹ്യ പെൻഷൻ മുടങ്ങണം. സാമൂഹ്യ പെൻഷൻ മുടങ്ങുന്ന തരത്തിലേക്കുള്ളൊരവസ്ഥ ഉണ്ടാക്കണം. അത്തരം അവസ്ഥ സൃഷ്ടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ നമുക്ക് 2-3 മാസക്കാലം കുടിശ്ശികയാകുന്ന സ്ഥിതി വന്നത്. എങ്കിലും ക്രിസ്മസിൻ്റെ നാളുകളിൽ സാമൂഹ്യ പെൻഷൻ 1 മാസം കൊടുക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ആ കാഴ്ചപ്പാട് കൃത്യമായി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഞാനീ പറഞ്ഞത് ഇത്തരത്തിലുള്ള ക്ഷമ പ്രവർത്തനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് നിലപാടെന്താ? കേന്ദ്ര ഗവൺമെൻറ് നിലപാട് ഇത്തരം ക്ഷേമ പെൻഷനുകളാണെങ്കിലും സാമൂഹ്യ രക്ഷാ പദ്ധതികളാണെങ്കിലും സബ്സിഡി നൽകുന്ന പ്രവർത്തനമാണെങ്കിലും സൗജന്യങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും അതിൽ നിന്നെല്ലാം പിന്മാറിയ ഗവൺമെൻറ്റാണ് രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റുകൾ. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നയമാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. ഇത് തന്നെയാണ് കാർഷിക രംഗത്തും കൃഷിക്കാരുള്ള നിലപാട് തന്നെ. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ നമുക്ക് നൽകേണ്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കൃത്യമായി നൽകണം. 57,000 കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് അർഹതപ്പെട്ട നമുക്ക് നൽകേണ്ടുന്ന വിവിധ തലങ്ങളിലൂടെ നൽകേണ്ടുന്ന തുക കേന്ദ്രം നൽകാത്തത്. നമ്മൾ ചിലവഴിച്ച വിവിധ പദ്ധതികൾക്കായി ചിലവഴിച്ച കൃഷിക്കാരുടെ നെല്ല് സംഭരിച്ചപ്പോൾ നെല്ലിന് വില കൊടുത്തതടക്കമുള്ള അത്തരം പദ്ധതികൾക്ക് ചിലവഴിച്ച തുക 6,000 കോടിയോളം രൂപയുണ്ട്. ഇത്തരം തുക നൽകണമെന്നാണ് നമ്മൾ ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. ഇത്തരം തുക നേടിയെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാട്ടുന്ന ക്രൂരമായ നിലപാടുകൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് നവകേരള സദസ്സ് കേരളമൊട്ടാകെ ആവശ്യപ്പെടുന്നത്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒരുമിക്കണം. ജനങ്ങൾ ഒരുമിച്ച് കേന്ദ്രത്തോട് ഇത് ആവശ്യപ്പെടണം. അത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന സമീപനമാണ് UDF സ്വീകരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നവകേരള യാത്ര എത്തിച്ചേരാൻ സമയമായതുകൊണ്ട് സമയപരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ആദരണീയനായ പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ അവർകൾ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ബഹുമാനായ യോഗാധ്യക്ഷൻ, നെയ്യാറ്റിങ്ങരയുടെ പ്രിയപ്പെട്ട MLA ശ്രീ അൻസലൻ, അതുപോലെ തന്നെ നമ്മോടിവിടെ സംസാരിച്ച മന്ത്രിമാരായ ശ്രീ അബ്ദുൽ റഹ്മാൻ, ശ്രീ GR അനിൽ, മറ്റ് വേദിയിൽ സന്നിധരായിരിക്കുന്ന ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 18-ന് കാസർഗോഡ് മഞ്ചേശ്വരത്ത് വെച്ച് ആരംഭിച്ച നവകേരള സദസ്സിനെ കുറിച്ചാണ്. നവകേരള സദസ്സ് ഇന്ന് നമ്മുടെ രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു ജനാധിപത്യ പ്രക്രിയ ഇതിനു മുൻപ് നമ്മുടെ രാജ്യത്തോ ലോകത്തോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് നമ്മുടെ കേരളത്തെ എല്ലാ രംഗത്തും മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത്. അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുമുണ്ട്. കേരളം രൂപം കൊണ്ട് 66 വർഷം പിന്നിടുമ്പോൾ എല്ലാ രംഗത്തും നമ്മുടെ കേരളം മാതൃകയാണ്. ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം നടപ്പിലാക്കിക്കൊണ്ടാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ മാതൃകയായത്. അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന ഈ കേരളത്തെ ഇനിയും നമുക്ക് മുന്നോട്ട് നയിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഈ നവകേരള സദസ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് കേവലം 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ചെയ്തു തീർക്കാനുള്ളതല്ല.
വരുന്ന 25 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളം എങ്ങനെയായി മാറണം, അതാണ് നാം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മുടെ നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചത് നാം തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ഇനിയും നമ്മുടെ നാടിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു അന്വേഷണമാണ് നാം നടത്തുന്നത്. നവകേരള സദസ്സ് കഴിഞ്ഞ നവംബർ 18 ആരംഭിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ നവകേരള സദസ്സ് നയിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുകയാണ്. ഒരു മന്ത്രിസഭ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനങ്ങളിലേക്ക് ചെല്ലുകയാണ്. ജനങ്ങളോട് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ പറയുകയാണ്. നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പറയുകയാണ്. നമുക്കെന്തെല്ലാം ഇനി മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ജനങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. അവരുടെ അഭിപ്രായങ്ങൾ ആരായുകയാണ്. അതാണ് ഈ നവകേരള സദസ്സിൻ്റെ പ്രത്യേകത. ഏതൊരാൾക്കും ആ നവകേരള സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് പ്രഭാത സദസ്സിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമുണ്ട്. അതാണ് നേരത്തെ ഇവിടെ മന്ത്രിമാർ സൂചിപ്പിച്ചത്. നമ്മുടെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളുമായിട്ട് സംവദിക്കുകയാണ് ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്രഭാത സദസ്സുകൾ. അവിടെ വരുന്നവർ ആദിവാസി മൂപ്പന്മാർ വരുന്നുണ്ട്, ആദിവാസി മൂപ്പത്തിമാർ വരുന്നുണ്ട്. അവിടെ വരുന്നത് നമ്മുടെ ഹരിത കർമ്മസേനയുടെ സഹോദരിമാർ വരുന്നുണ്ട്, നമ്മുടെ കുടുംബശ്രീയുടെ സഹോദരിമാർ വരുന്നുണ്ട്, അതുപോലെ തന്നെ കർഷക തൊഴിലാളികളും കർഷകരും എല്ലാം വരുന്നുണ്ട്. അതുപോലെ വ്യവസായികളും വ്യാപാരികളും വരുന്നുണ്ട്. മതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള നേതാക്കൾ വരുന്നുണ്ട്. സാമൂഹ്യ സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ച് വരുന്നുണ്ട്. വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ഈ നവകേരള സദസ്സ് അതിൻ്റെ പ്രഭാത യോഗങ്ങൾ കടന്നു പോകുന്നത്. ഓരോ ജനവിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ, നമ്മുടെ നാടിനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും നവകേരള സദസ്സിൽ നാം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ നവകേരള സദസ്സാണ് അത് മോശപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇതിന് തുടക്കം മുതൽ തന്നെ നടന്നത് എന്ന് നാം കണ്ടതാണ്. നവകേരള സദസ്സ് എന്നുള്ള സന്ദേശം മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ആളുകൾ നവകേരള സദസ്സിനെതിരായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. നവകേരള സദസ്സിൽ ജനങ്ങളോട് പങ്കെടുക്കരുത് എന്നുള്ള ആഹ്വാനം നൽകി. എന്നാൽ ജനങ്ങൾ അതെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഓരോ നവകേരള സദസ്സിലേക്കും ജനസഹസ്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകളില്ല. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്താഗതിക്കുമെല്ലാം അതീതമായിക്കൊണ്ട് ഈ നവകേരള സദസ്സ് തങ്ങളുടെ നാടിൻ്റെ മുന്നേറ്റത്തിനാണ് എന്ന് തിരിച്ചറിയുന്ന ആളുകളെല്ലാം നടത്തപ്പെടുന്നതോടുകൂടി 140 അസംബ്ലി മണ്ഡലങ്ങളിലും നമ്മൾ ഈ നവകേരള സദസ്സ് നടത്തും. ആ നവകേരള സദസ്സിനെ അപഹസിക്കാനും അവഹേളിക്കാനും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ നവകേരള സദസ്സ് അത് അശ്ലീല സദസ്സാന്ന് പോലും പറയുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകൾ മാറി. അശ്ലീല സദസ്സിലേക്കാണ് ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തുന്നത് എന്ന് ഈ സദസ്സിൽ അല്ലെങ്കിൽ ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പറയാൻ കഴിയും. ഇന്ന് പങ്കെടുത്ത യോഗത്തിൽ, ഇന്നലെ പങ്കെടുത്ത യോഗത്തിൽ കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്. ലീഗിൻ്റെ ഒരു ഉയർന്ന നേതാവ് 85 വയസ്സ് കഴിഞ്ഞ ബഷീർ എന്ന് പറയുന്ന ഒരു നേതാവ് കാലത്ത് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് പ്രവാസികൾക്കും നമ്മുടെ നാടിനും എല്ലാം ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും ആവശ്യമാണ്. നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജനങ്ങൾക്ക് കിട്ടുന്ന അവസരമാണ്. ഈ അവസരം ഉപേക്ഷിക്കാൻ എന്നോട് നേതാക്കൾ പറഞ്ഞു. പക്ഷേ എന്ത് വില കൊടുത്താണെങ്കിലും ഈ യോഗത്തിൽ ഞാൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വലിയ മനുഷ്യൻ ആ പ്രഭാത സദസ്സിൽ പങ്കെടുത്തത്. ഇതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും എല്ലാം തന്നെ നേതാക്കൾ പങ്കെടുക്കുക. അവരെല്ലാം ഈ അശ്ലീല സദസ്സ് കാണാൻ വേണ്ടിയാണോ വരുന്നത്? അല്ല, അവർക്കെല്ലാം നല്ല ബോധ്യം വന്നു. ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കക്ഷി രാഷ്ട്രീയ സങ്കുചിത വീക്ഷണത്തിലൂടെയല്ല പോകുന്നത്. നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും മനുഷ്യൻ്റെ ക്ഷേമത്തിനും വേണ്ടിയാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ പഠിച്ചത്. അതാണ് 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കാണിച്ചു കൊടുത്തത്.
2011 മുതൽ 16 വരെ ഭരിച്ചത് ഇവിടെ UDF ആണല്ലോ. ആ 2011 മുതൽ 16 വരെ ഭരിച്ച UDF നമ്മുടെ കേരളത്തിന് നൽകിയ സംഭാവന എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്നാൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾ മുമ്പിൽ പ്രകടനപത്രിക അവതരിപ്പിച്ചു. UDF ഗവൺമെൻറ് തകർത്ത ഈ കേരളത്തെ നാം പുനഃസൃഷ്ടിക്കും, അതിനുവേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കും. ആ കർമ്മ പദ്ധതികൾ ഇന്നതാണ് എന്ന് പറഞ്ഞു. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം 600 ആണ്. ആ 600 വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. നമുക്ക് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ അധികാരത്തിൽ വന്നാൽ വിസ്മരിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നല്ലോ. ആ ഗവൺമെൻറ്റുകളൊന്നും തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം വിസ്മരിക്കുകയല്ലേത്, അത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. അത് നടപ്പിലാക്കും എന്ന് പറയുക മാത്രമല്ല, നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു. നമുക്കെല്ലാം ഓർമ്മയുണ്ടാകണം, തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം നടപ്പിലാക്കിയോ എന്ന് ചില പാർട്ടികളോട്, പ്രത്യേകിച്ചും BJPയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്താണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പിൽ നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കുക എന്ന് ജനങ്ങൾ അത് മറന്നുപോയിക്കോളും. അത് നടപ്പിലാക്കേണ്ട കാര്യമല്ല, ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ജനങ്ങൾ മറന്നുപോകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ 2016 അധികാരത്തിൽ വന്ന ബഹുമാനീയ പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മറന്നുപോക്കോ എന്നല്ല പറഞ്ഞത് ജനങ്ങളോട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 1 വർഷം തികഞ്ഞപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു. 2-ാം വർഷത്തിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു. 3-ാം വർഷത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു. 4-ാം വർഷത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു. 5 വർഷം തികഞ്ഞപ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഇത്ര കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞു. അന്ന് ഏതെങ്കിലും UDFൻ്റെ നേതാക്കൾ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടല്ല 2021 തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പറഞ്ഞു? ഒരു സമരം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകിയ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ UDFന് അവസരമുണ്ടായില്ല. അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് 2016 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 5 വർഷം തികഞ്ഞു. നമുക്കറിയാം, ആ ഗവൺമെൻറ്റിനെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഉണ്ടായി. ആ ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ടുള്ള ഒട്ടേറെ സമര കോലാഹലങ്ങളുണ്ടായി. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായി വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ കേരളത്തിൽ പറന്നു നടന്നു. അതെല്ലാം കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇനി തുടർന്ന് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 2016 വിജയിപ്പിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് കൊടുത്തുകൊണ്ടായിരിക്കണം 2021 തെരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് 2016 91 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നെങ്കിൽ 2021 99 സീറ്റുകളിലെ ഭൂരിപക്ഷത്തോടു കൂടി ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. പറഞ്ഞ കാര്യം നടപ്പിലാക്കി. ഇവിടെ ഇന്നും വലിയ ചർച്ചയാണല്ലോ, ഒരു പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്നുള്ള ഒരു കാര്യമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടാണോ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ കുടിശ്ശിക തീർത്തു കൊടുത്തത്? 2016 നമ്മൾ കണ്ടതാണ്. ഈ കേരളത്തിൽ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട ആളുകൾ 18-20 മാസക്കാലത്തെ കുടിശ്ശികയായി കിടക്കുകയായിരുന്നു. ഒരു കോടതിയും ഇടപെട്ടില്ലല്ലോ. ഇടപെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പറഞ്ഞു, പാവപ്പെട്ട പെൻഷൻ വാങ്ങുന്ന ആളുകളോട് പറഞ്ഞു, ആ പെൻഷൻ കുടിശ്ശിക ഞങ്ങൾ തീർത്തു തരും. UDF വരുത്തിയ കുടിശ്ശിക തീർത്തു തരും. ആ കുടിശ്ശിക തീർക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് 600 രൂപയാണ്. പേരിന് മാത്രം 600 രൂപ കൊടുത്തില്ല, പേര് മാത്രമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ഞങ്ങൾ 1000 രൂപയായി വർദ്ധിപ്പിച്ചു തരും, കുടിശ്ശിക തീർത്തു തരും. അങ്ങനെ 1000 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്, പാവപ്പെട്ട ആളുകളോട് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ഒരു കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നില്ല. 1000 രൂപയായി വർദ്ധിപ്പിക്കുക മാത്രമല്ല 1000 കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 5 വർഷം തികഞ്ഞപ്പോൾ ആ പെൻഷൻ 1600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഒരു കോടതിയുടെയും ഇടപെടൽ വേണ്ടി വന്നില്ല. 32 ലക്ഷം പേർക്കാണ് UDFൻ്റെ കാലത്ത് നമ്മുടെ കേരളത്തിൽ പെൻഷൻ കൊടുത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 5 വർഷം കഴിഞ്ഞപ്പോൾ ഏകദേശം 62 ലക്ഷം പേർക്കാണ്
ഇവിടെ പെൻഷൻ കൊടുത്തത്. UDF-കാർ പറയണം ഞങ്ങൾ കൊടുത്തതുപോലെ നിങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യട്ടെ. ഈ നവകേരള സദസ്സിനെതിരായിട്ട് പറയട്ടെ. പ്രതിപക്ഷ നേതാവോ മറ്റ് നേതാക്കളോ പറയട്ടെ, ഞങ്ങൾ 5 വർഷക്കാലം ഭരിച്ചപ്പോൾ കൊടുത്തത് ഇത്രയാണ്, ആ കൊടുത്ത പോലെ പൈസ ഇടതുപക്ഷ മുന്നണി കൊടുത്തില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. ആർജവം കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. കാരണം എന്താണ്? 5 വർഷക്കാലം കൊണ്ട് നിങ്ങൾ കൊടുത്തത് 32 ലക്ഷം പേർക്കാണ്. ആ 32 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിച്ച സംഖ്യ എന്ന് പറയുന്നത് 9,011 കോടി രൂപയാണ്. അങ്ങനെ 9,011 കോടി രൂപയാണ് നിങ്ങൾ 5 വർഷക്കാലം കൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് കൊടുത്തത്. എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് 2016 തൊട്ട് 21 വരെ 5 വർഷക്കാലം കൊണ്ട് ഈ പാവപ്പെട്ടവർ പെൻഷൻ 1,600 രൂപയാക്കി മാറ്റി എന്ന് മാത്രമല്ല, കൊടുത്തത് 62 ലക്ഷത്തിൽ പരം ആളുകൾക്കാണ്. 62 ലക്ഷത്തിൽ പരം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചത് 35,154 കോടി രൂപയാണ്. ആകെ ചെലവഴിച്ചത് UDF 5 വർഷക്കാലം കൊണ്ട് 9,011 കോടി രൂപ. ആ സ്ഥാനത്ത് ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് ഈ പാവപ്പെട്ട പെൻഷൻകാർക്ക് കൊടുത്തത് 35,154 കോടി രൂപയാണ്. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 2.5 വർഷം കഴിയുമ്പോൾ ഈ പാവപ്പെട്ടവരുടെ പെൻഷൻ തുക കൊടുത്തത് എത്രയാണ്? അതുകൂടി കൂട്ടുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാകുക. ഈ 2.5 വർഷക്കാലം കൊണ്ട് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 23,350 കോടി രൂപയും കൊടുത്തു. അങ്ങനെ മൊത്തം 7.5 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുത്ത് 64 ലക്ഷം പേർക്ക് കൊടുത്തത് 58,504 കോടി രൂപയാണ് കൊടുത്തത്. ആ 58,504 കോടിക്ക് പുറമെയാണ് ഇപ്പോൾ 900 കോടിയും കൊടുത്തിട്ടുണ്ട്. ഇത് കോടതി പറഞ്ഞിട്ടല്ല കൊടുത്തത്, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ്. ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടാണോ 1980 മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള നിയമം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്നത്? കോടതി ഇടപെട്ടിട്ടാണോ? നമ്മുടെ പാവപ്പെട്ട ആളുകൾ പാടത്തും പറമ്പിലും പണിയെടുത്ത് അവശരാകുന്ന ആളുകൾ, അങ്ങനെ അവശരാകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാതെ വന്ന സമയത്താണ് 1980 സഖാവ് നായനാരുടെ ഗവൺമെൻറ് ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് 45 രൂപ വെച്ച് മാസം പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. അന്ന് പല പ്രമാണികളും പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു. കൊടുക്കാൻ പാടില്ല, പണിയെടുക്കുമ്പോൾ കൂലി കിട്ടുന്ന ആളുകളല്ലേ, പിന്നെ അവർക്ക് പെൻഷൻ കൊടുക്കാൻ പാടുമോ എന്നാണ് ചോദിച്ചത്. എന്നാൽ അന്ന് കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു, അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് നായനാർ പറഞ്ഞു, ഞങ്ങൾ കൊടുക്കും. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ഈ പാവപ്പെട്ടവൻ്റെ ഒരു ജാൻ വയറ് കഴിയാൻ വേണ്ടി മാത്രമല്ല, അന്യൻ്റെ പാടത്തും പറമ്പിലും പണിയെടുത്തവർ തളർന്നത് ഈ സമൂഹത്തിന് മുഴുവൻ വേണ്ടി സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ സംരക്ഷിച്ചവർ അവശരാകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ചെറിയ തുകയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 80 പെൻഷൻ കൊടുത്തത്. ആ പെൻഷനാണ് ഇപ്പോൾ 1,600 ആയത്. ഒരു കോടതിയുടെയും ഇടപെടൽ കൊണ്ടല്ല കൊടുത്തത്. ഈ പാവപ്പെട്ട ആളുകളോടുള്ള തിരിച്ചറിവാണ് ആ ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ കാരണം. അതുതന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ സാമ്പത്തിക പ്രയാസവും പ്രതിസന്ധി നേരിടുമ്പോഴും ഈ പാവപ്പെട്ടവൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ടാക്കുന്നത്. മറ്റൊരു കാര്യവും കൂടി ഞാൻ സൂചിപ്പിക്കാം. നമുക്കറിയാം, 5 വർഷക്കാലം 2015-16 കാലം ജനസമ്പർക്ക പരിപാടി എന്നൊക്കെ പറഞ്ഞ് കൊട്ടുഘോഷിച്ച് നടപ്പിലാക്കിയ ഒരു പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടിയിലെല്ലാം നടത്തി നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്ത സംഖ്യ എന്ന് പറയുന്നത് 808 കോടി രൂപയാണ്. ആ 808 കോടി രൂപ കൊടുത്ത സ്ഥാനത്താണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിസഭാ അംഗങ്ങളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് കൊടുത്തത് എത്രയാണ്? ഇവിടെ കണക്ക് പരിശോധന ഇപ്പോൾ കൊടുത്തതല്ല, നേരത്തെ എടുത്ത കണക്കനുസരിച്ച് 7,517 കോടി രൂപയാണ് UDF 5 വർഷക്കാലം കൊണ്ട് 808 കോടി രൂപ കൊടുത്ത സ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും 7,517 കോടി രൂപയാണ് കൊടുത്തത്. വ്യത്യാസമുണ്ടല്ലേ? ഇത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്യേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം. അവരെ തിരിച്ചറിയിപ്പിക്കാതിരിക്കാനുള്ള സമര കോലാഹലങ്ങളാണ് ഇപ്പോൾ UDFൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. സമരം ഏശുന്നില്ല എന്ന് കണ്ടു. മുഖ്യമന്ത്രി ഇങ്ങോട്ട് തന്നെ വരും.
പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിസഭാംഗങ്ങളും ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. കേരളം നേടിയെടുത്ത സത്ഫലങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ആ അടിത്തറയിൽ നിന്ന് കാലം ആവശ്യപ്പെടുന്ന രീതിയിൽ പുതിയ കേരളത്തെ വാർത്തെടുക്കാൻ നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്ന, പ്രതിസന്ധി കാലത്ത് നമ്മെ തളരാതെ മുന്നോട്ട് നയിച്ച, ലോകമാകെ ഉറ്റുനോക്കുന്ന ജനകീയ ബദലിന്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റി തീർത്ത, നവകേരള നിർമ്മിതിയുടെ തുടരുന്ന നല്ല നാളുകളെ മുന്നിൽ നിന്ന് നയിക്കുന്ന കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം നവകേരള സദസ്സിലേക്ക് കടന്നു വരികയാണ്. നവോത്ഥാന പോരാട്ടങ്ങൾക്ക് കരുത്തേകിയ നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, ജനകീയ മന്ത്രിസഭ ഇതാ എത്തിച്ചേരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇതുവരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള, നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി സ്റ്റേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനിനി ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിൻ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നവകേരള സദസ്സ് അതിനെ തടസ്സപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ ഈ നവകേരള സദസ്സിനെ ആവേശപൂർവ്വം സ്വീകരിക്കാൻ വേണ്ടി വരുന്നത്. അത് തങ്ങളുടെ സമരങ്ങൾക്കൊന്നും ജനങ്ങളെ തടുത്തു നിർത്താൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് UDF-ന് മനസ്സിലായി. അപ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഈ സദസ്സ് വരികയാണ്. 13 ജില്ലകളിലെയും വിജയകരമായിട്ടുള്ള നവകേരള സദസ്സ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന ജില്ലയിലേക്ക് കടന്നു വന്നത്. ആ തലസ്ഥാന ജില്ലയിൽ ഈ നവകേരള സദസ്സ് കടന്നു വരുന്ന സമയത്ത് ഇവിടെ കലാപം സൃഷ്ടിക്കണമെന്നുള്ള ബോധപൂർവമുള്ള ശ്രമമാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സാധാരണ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാടുണ്ടാക്കും. അതിന് പല മാർഗങ്ങളും നോക്കി ഇടതുപക്ഷ ഗവൺമെൻറ്, സഖാവ് പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തീരുമാനിച്ചു. ജനങ്ങളോട് പറഞ്ഞ സമാധാന അന്തരീക്ഷമാണ് നമുക്ക് വേണ്ടത്. ഒരു നാടിൻ്റെ വികസനത്തിന്, പുരോഗതിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടത് മനുഷ്യർ തമ്മിലുള്ള ഒരുമയും ഐക്യവുമാണ്. ഇന്ന് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തേക്കാൾ മെച്ചപ്പെട്ട, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ക്രമസമാധാന രംഗത്തും അതുപോലെ മനുഷ്യൻ്റെ ഒരുമയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ അവകാശപ്പെടാൻ കഴിയുമോ? മതന്യൂനപക്ഷങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള അവസരം മറ്റ് സംസ്ഥാനങ്ങളുണ്ടോ? നമുക്കറിയാം, കഴിഞ്ഞ മെയ് 3 ആരംഭിച്ചതാണ് മണിപ്പൂരിലെ കലാപം, വംശീയ കലാപം. ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. വംശീയ കലാപം ഉണ്ടാകുമ്പോൾ ആരാണ് ദുരിതം കൂടുതൽ അനുഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ മനുഷ്യൻ ദുരിതം അനുഭവിച്ചാലും വേണ്ടില്ല, രാഷ്ട്രീയമായി തങ്ങൾക്ക് അധികാരം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്ന പലരും. മനുഷ്യരെ തമ്മിൽ വിഭജിച്ചുകൊണ്ട്, വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ട് അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പലരും ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ കേരളം അന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം തന്നെ ഏകോദര സഹോദരങ്ങൾ പോലെ ഒരുമിച്ച് നിന്നുകൊണ്ട്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകാനുള്ള അവസരം നമുക്കുണ്ടാകുന്നത് എങ്ങനെയാണ്? ഇടതുപക്ഷ മുന്നേ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനമാണ്. എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് നിർത്തുക. ഏത് ദുരന്തമുണ്ടാകുമ്പോഴും ആ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്തുക എന്നുള്ള സമീപനം സ്വീകരിച്ചു. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതമായിട്ടുള്ള വീക്ഷണത്തിലൂടെയല്ല, വിശാലമായ കാഴ്ചപ്പാടിലോടുകൂടി മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തി. അതാണ് നമ്മൾ കണ്ടത്. ഓരോ ദുരന്തമുണ്ടായപ്പോൾ, ഓരോ പ്രതിസന്ധി ഉണ്ടായപ്പോൾ മനുഷ്യരെ ഒന്നിപ്പിക്കുക, അതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 7.5 വർഷവും നമ്മുടെ ഈ സംസ്ഥാനത്ത് ചെയ്തത്. അതുകൊണ്ടാണ് ഫലപ്രദമായിട്ട് നമുക്ക് ഓഖി ദുരന്തത്തെ നേരിടാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നിപ്പ വൈറസിൻ്റെ അതിക്രമം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് 2 ഘട്ടത്തിൽ നമുക്കറിയാം. 2018 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. നമ്മുടെ കേരളത്തിന് കോടാനുകോടി രൂപയുടെ, ഏകദേശം കണക്കാക്കി 30,000 കോടി രൂപയുടെ നഷ്ടം വന്നു. 2019 വെള്ളപ്പൊക്കം ഉണ്ടായി.
പിന്നീട് വന്നത് ദുരന്തമായി, ലോകത്തിൻ്റെ ദുരന്തമായി വന്നത് COVID-19 ആണ്. ആ COVID-19 വന്ന സമയത്ത് നേരിട്ടതിനെ സംബന്ധിച്ച് ഇവിടെ അബ്ദുൾ മിനിസ്റ്റർ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി, ഞാൻ അതിൽ കിടക്കില്ല. അങ്ങനെയുള്ള ദുരന്തങ്ങളെല്ലാം ഉണ്ടായി. ആ ദുരന്തങ്ങളിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലെ മലയാളികളെ, അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യജാലങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. ഇതെല്ലാം സംഘടിപ്പിക്കുമ്പോഴും നമ്മളോടുള്ള സമീപനം, ഈ ഗവൺമെൻറ്റിനുള്ള സമീപനം, ഈ ജനങ്ങളോടുള്ള സമീപനം UDFൻ്റെയും BJPയുടെയും എന്തായിരുന്നു എന്ന് നാം കണ്ടതാണ്. സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാടെന്തായിരുന്നു നമ്മൾ കണ്ടതാണ്. എങ്ങനെ കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചറിഞ്ഞത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറയും. നമുക്ക് അർഹതപ്പെട്ട വരുമാനം തരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ കൂട്ടുനിൽക്കുകയാണ് UDFും ചെയ്തത്. അങ്ങനെ കേരളം തകർന്നടിയട്ടെ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് സംഘപരിവാറും UDFും ഈ കേരളത്തിൽ കഴിഞ്ഞ 7.5 വർഷമായിട്ട് അവർ യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഫലമായിക്കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഞാൻ വിശദാംശത്തിലേക്ക് കിടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ കലാപം നമ്മുടെ തലസ്ഥാനത്ത് നടത്തുന്ന ആളുകൾ അവസാനം വിളിച്ച മുദ്രാവാക്യം മഹാനായ EMSനെ ഗുണ്ട എന്നാണ് ഈ KSUക്കാരെന്ന് പറയുന്ന ആളുകൾ വിളിക്കുന്നത്. അത് വിളിക്കുന്നതിൽ യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. അവരങ്ങനെ വിളിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയെ നാഥുറാം ബിനായക് ഗോഡ്സെ എന്ന് പറയുന്ന സംഘപരിവാറുകാരനാണ് വെടിവെച്ച് കൊന്നത്. ആ സംഘപരിവാർക്ക് സംരക്ഷണം കൊടുത്ത ആളാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന K. സുധാകരനാണ് ഇപ്പോൾ കേരളത്തിലെ KPCC പ്രസിഡന്റ്. അപ്പോൾ ആ KPCC പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇനി നാളെ മഹാത്മജിയും രാഷ്ട്രപിതാവും ഗുണ്ടയാണെന്ന് പറയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സഖാവ് EMSനെയും സഖാവ് പിണറായിയെയും അതുപോലെ തന്നെ സഖാവ് AKG ഒക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, നാടിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത മഹാന്മാരായ നേതാക്കളാണ്. ആ നേതാക്കളെയാണ് ഗുണ്ടകളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. ഇത് ചരിത്രം അവർക്കൊന്നും മാപ്പ് കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് ചരിത്രം തെളിയിക്കും. ഇടതുപക്ഷ ഗവൺമെൻറ്, രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി എല്ലാവരുടെയും ഹാലിളകിയിട്ടുണ്ട്. ആ ഹാലിളകളൊക്കെ തന്നെ മാറ്റിമറിക്കും ഈ കേരളത്തിലെ ഇച്ഛാശക്തിയുള്ള ജനത. അത് കേവലം 2ാം പ്രാവശ്യം മാത്രമല്ല, 3ാം പ്രാവശ്യവും 4ാം പ്രാവശ്യവും തുടർച്ചയായി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ തയ്യാറാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എല്ലാ പ്രതിഷേധങ്ങളെയും തള്ളിമാറ്റിക്കൊണ്ട് ജനസഹസ്രങ്ങളാണ് ഈ നവകേരള സദസ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ നെയ്യാറ്റിൻകരയുടെയും ചരിത്രം ഉയർത്തിക്കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ജനത. തീർച്ചയായിട്ടും ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടുള്ള നിങ്ങളുടെ പിന്തുണയ്ക്കും നിങ്ങളുടെ സഹകരണത്തിനും എല്ലാവിധത്തിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ ഗവൺമെൻറ്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കിൽ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. കേരളത്തിൻ്റെ ജനകീയ മന്ത്രിസഭാ അംഗങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ P.K. രാജമോഹൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനീയരെ, നവകേരള സദസ്സിൻ്റെ നായകനും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഈ 10,000ങ്ങളെ സാക്ഷി നിർത്തി നെയ്യാറ്റിൻകര നിയോജക മണ്ഡല സംഘാടക സമിതിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടിയെ സ്വാഗതം ചെയ്യുന്നു. തുറമുഖം മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവലിനെ സ്വാഗതം ചെയ്യുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ K.N. ബാലഗോപാലിനെ സ്വാഗതം ചെയ്യുന്നു. നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവരുടെ സ്വാഗതം ചെയ്യുന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി J. ചിഞ്ചുറാണിയെ സ്വാഗതം ചെയ്യുന്നു. സഹകരണം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ V.N. വാസവനെ സ്വാഗതം ചെയ്യുന്നു. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് P.A. മുഹമ്മദ് റിയാസിനെ
സ്വാഗതം ചെയ്യുന്നു. കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിനെ സ്വാഗതം ചെയ്യുന്നു. പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ സ്വാഗതം ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിനെ സ്വാഗതം ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൻ്റെ മുഖ്യ അതിഥിയായിട്ടുള്ള പ്രിയങ്കനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുക. സഹോദരീ സഹോദരന്മാരെ, നവകേരള സദസ്സിൻ്റെ ഈ പ്രയാണം നാളത്തേതോടുകൂടി സമാപിക്കുകയാണ്. ഈ കഴിഞ്ഞ 35 ദിവസവും മഞ്ചേശ്വരം മുതൽ നെയ്യാറ്റിൻകര വരെ നമ്മുടെ നാടിൻ്റെ ഐതിഹാസികമായ ജനമുന്നേറ്റത്തിനാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഓരോ മണ്ഡലത്തിലും നടന്ന നവകേരള സദസ്സ് ജനനിബിഡമായിരുന്നു. വൻ ജനാവലിയാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഒഴുകിയെത്തിയത്. ഇത് നാടിൻ്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജനങ്ങളുടെ ഇടപെടലായിരുന്നു. ഇവിടെ ഞങ്ങളൊരു പ്രശ്നമാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അത് നമ്മുടെ നാട് ഇപ്പോഴെത്തി നിൽക്കുന്ന നില, ഇനി മുന്നോട്ട് പോകുന്നതിന് സ്വീകരിക്കുന്ന പദ്ധതികൾ, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ, അതൊരു ഭാഗം. അതോടൊപ്പം കേരളത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇത് ജനസമക്ഷം അവതരിപ്പിക്കുക. ഞങ്ങൾ ആഗ്രഹിച്ചത് കേരളം ഒന്നാകെ നാടിൻ്റെ ജനാഭിപ്രായം പ്രകടിപ്പിക്കണമെന്നായിരുന്നു. ഇപ്പോൾ ജനം നല്ല രീതിയിൽ പ്രതികരിക്കുകയും ഭേദചിന്തയൊന്നുമില്ലാതെ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം ബഹിഷ്കരിച്ച പരിപാടിയാണല്ലോ എന്ന ഒരു നില ഈ പരിപാടിക്ക് പ്രതിപക്ഷമുണ്ടാക്കിയിട്ടുണ്ട്. ആ ബഹിഷ്കരണം ജനം സ്വീകരിച്ചില്ല. കേരളം നല്ല വികാരത്തോടെ തന്നെയാണ് നാടിനെ പുറകോട്ടടിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന വികാരത്തോടെ പതിനായിരങ്ങൾ
ഈ പരിപാടിയുടെ ഭാഗമായി മാറുന്നത്. പ്രതിപക്ഷം എന്തിനാണ് ബഹിഷ്കരിച്ചത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. എല്ലാവരും കൂടി സംഘടിപ്പിക്കുന്നൊരു പരിപാടി ഇവിടുത്തെ MLA ആണ് അധ്യക്ഷത വഹിച്ചിട്ടുള്ളത്. അതുപോലെ എല്ലാ സ്ഥലത്തും ഓരോ മണ്ഡലത്തിൻ്റെയും സംഘാടനത്തിൻ്റെ പ്രധാന ചുമതല MLAക്കാണ്. നവകേരള സദസ്സിൽ അധ്യക്ഷത വഹിക്കേണ്ടത് MLA ആണ്. അങ്ങനെ വരുമ്പോൾ 41 മണ്ഡലങ്ങളിൽ UDF MLAമാർക്കായിരുന്നു സംഘാടന ചുമതലയും ഈ സദസ്സിൽ അധ്യക്ഷത വഹിക്കേണ്ടത്. ബഹിഷ്കരിച്ചത് നവകേരള സദസ്സിനെയാണോ? നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കാൻ നവകേരള സദസ്സ് അത്തരത്തിലുള്ള ഒരു കാര്യവും ഉയർത്തിയിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് മുന്നോട്ട് വെച്ച ആശയം അത് കേരളത്തിൽ ജീവിക്കുന്ന ആർക്കും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. പിന്നെ എന്തിന് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്ന പ്രശ്നം അവർ തന്നെ ജനങ്ങളുടെ മുന്നിൽ വിശദമാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ നാട് 2016 ശേഷം നല്ല പുരോഗതിയാണ് നേടിയിട്ടുള്ളത്. 2016 വരെ 2011 മുതൽ അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാർ നാടിൻ്റെ തകർച്ചക്കാണ് വലിയ സംഭാവന ചെയ്തത്. ഏതെങ്കിലും ഒരു മേഖല അഭിവൃദ്ധിപ്പെട്ടു എന്ന് പറയാനില്ല. എല്ലാ വിഭാഗവും എല്ലാ മേഖലയും അന്നത്തെ ഗവൺമെൻറ്റിനെ നാടിനുള്ളൊരു ശാപമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇതെല്ലാം ഒന്ന് ഓർമ്മ പുതുക്കാൻ ശ്രമിച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ സജീവമായി കടന്നു വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ തകർന്നുപോയ കേരളത്തെ പുനരുദ്ധരിക്കാനുള്ള ദൗത്യമാണ് LDF സർക്കാർ ഏറ്റെടുത്തത്. ഒരുപാട് പുതിയ വെല്ലുവിളികൾ പ്രകൃതി ദുരന്തത്തിൻ്റെ മട്ടിൽ നമുക്ക് ഈ കാലയളവിൽ നേരിടേണ്ടി വന്നു. ഒരു നൂറ്റാണ്ടിലെ മഹാപ്രളയമടക്കമുണ്ടായി. ആ പ്രകൃതി ദുരന്തങ്ങളെയെല്ലാം വിജയകരമായി അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ആ ഘട്ടത്തിൽ നമ്മെ സഹായിക്കേണ്ടവർ സഹായിക്കാൻ തയ്യാറായില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ് നമ്മെ സഹായിക്കാൻ ബാധ്യപ്പെട്ടവർ. ആ സഹായം നൽകിയില്ല. സഹായം നൽകാതിരുന്നപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് കേന്ദ്രം ചെയ്യുന്ന നിലപാട്, സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറയാൻ പറ്റിയില്ല. കേന്ദ്രത്തിനെതിരെ അരയക്ഷരം ഉരിയാടാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷത്തെയാണ് കേരളത്തിൽ നാം കണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിഷേധ നിലപാട് വരുന്നത്? ഇത് കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് കാണിക്കുന്നത്.
ബി ജെ പിയുടെ മനസ്സിന് എന്തെങ്കിലും നീരസമുണ്ടാകും തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ച് അസ്വാരസ്യപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറല്ല. ഇതാണ് യഥാർത്ഥ കാരണം. മറ്റ് കാരണങ്ങളൊന്നും പറയാനില്ല. കാരണം നമ്മുടെ നൂറ്റാണ്ടിലെ മഹാപ്രളയം നേരിട്ടപ്പോൾ കേരളത്തിന് സഹായം വേണ്ടതില്ല എന്ന നിലപാട് അവർക്കെടുക്കാൻ പറ്റുമോ? പക്ഷേ സഹായം ഇവിടെ ലഭിച്ചില്ല, അർഹതപ്പെട്ടത് കിട്ടിയില്ല. സഹായിക്കാൻ പുറപ്പെട്ടവരെ തടഞ്ഞു. സഹായം സ്വീകരിക്കാൻ മന്ത്രിമാർ പോകാൻ തീരുമാനിച്ചപ്പോൾ അത് തടഞ്ഞു. എല്ലാ തരത്തിലും നമ്മെ തകർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സമീപനം സ്വീകരിച്ചു. ഒരു ഘട്ടത്തിലും അതിനെതിരെ ശബ്ദിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല, UDF തയ്യാറായില്ല. ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? കേരളം നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു വന്നൊരു സംസ്ഥാനമാണ്. അതായത് നാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ നേടിയ നേട്ടങ്ങൾ വെച്ചാൽ നമുക്കൊരു സാമ്പത്തിക പ്രയാസവും ഉണ്ടാകേണ്ടതില്ല. സാമ്പത്തിക വിഷമം അനുഭവിക്കേണ്ടവരല്ല നമ്മൾ. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ അളവുകോലുകളെടുത്താൽ ഇപ്പോൾ 2016 ആഭ്യന്തര വളർച്ചാ നിരക്ക്, ഇപ്പോഴത്തെ ആഭ്യന്തര വളർച്ചാ നിരക്ക്, അതെല്ലാം കണക്കുകളുള്ളതാണല്ലോ. അത് പരിശോധിച്ചാൽ 8% വർധനവ് ആഭ്യന്തര വളർച്ചാ നിരക്കിൽ നമുക്ക് നേടാൻ കഴിഞ്ഞു എന്ന് കാണാൻ പറ്റും. നമ്മുടെ സംസ്ഥാനത്ത് 2016 UDF തന്നെയാണ് അധികാരത്തിൽ തുറന്നിരുന്നെങ്കിൽ ഈ വളർച്ചാ നിരക്ക് നേടാൻ കഴിയുമായിരുന്നില്ല എന്ന് മാത്രമല്ല, പിറകിലോട്ട് പോയിട്ടുണ്ടാവും. അന്ന് 9.6%. UDFൻ്റെ സാധാരണ നിലയിലുള്ള കാര്യനിർവഹണ രീതി നോക്കിയാൽ ആ 9.6% നല്ല തോതിൽ പിറകോട്ട് പോയ അവസ്ഥയായിരുന്നു ഉണ്ടാവുക. എന്നാൽ കാര്യക്ഷമതയോടെ LDF സർക്കാർ ഇടപെട്ടപ്പോഴാണ് എല്ലാ മേഖലയും അഭിവൃദ്ധിപ്പെട്ടത്. അതിൻ്റെ ഭാഗമായാണ് 8% കൂടുതൽ നേടാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം ഭീമമായ വളർച്ചയാണ് സംസ്ഥാനത്തിനുണ്ടാക്കാൻ കഴിഞ്ഞത്. അതായത് 41%. 2016 നിന്ന് ഇപ്പോഴുള്ള അവസ്ഥ നോക്കിയാൽ 41% വളർച്ച തനത് വരുമാന കാര്യത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് നല്ല റിക്കാർഡാണ്. അത് LDF സർക്കാർ വന്നുകൊണ്ടല്ലേ
UDF സർക്കാരായിരുന്നെങ്കിലോ ഈ തനത് വരുമാനം ദയനീയമായി പുറകോട്ട് പോയിട്ടുണ്ടാകും. ഇതാണ് നാടിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇനി കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം, ആ കാര്യത്തിൽ 2016 5 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ ആഭ്യന്തര ഉൽപ്പാദനമായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. അതെവിടെ എത്തി? ഇപ്പോൾ 10 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ ആഭ്യന്തര ഉൽപ്പാദനമായി മാറി. ഇതെല്ലാം LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിനുണ്ടായ മികവുകളാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് പ്രതിശീർഷ വരുമാനത്തിലുണ്ടായ വർധനവ്. പ്രതിശീർഷ വരുമാനം രാജ്യത്ത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങൾ ചുരുക്കമാണ്. അതിലൊന്നാണ് കേരളം. നമ്മുടെ പ്രതിശീർഷ വരുമാനം 2016 1,48,000 രൂപയായിരുന്നു. ആ 1,48,000 രൂപയിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ പ്രതിശീർഷ വരുമാനം 2,28,000 രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് എന്താ? ഏത് നിലക്ക് പരിശോധിച്ചാലും നാം സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടവരല്ല. ഒരു വിഷമവും ഇവിടെ ഉണ്ടാകേണ്ടതില്ല. പിന്നെ എന്തേ സാമ്പത്തിക പ്രയാസത്തിന് കാരണം? ഇതാണ് നാം ഗൗരവമായി കാണേണ്ടത്. അതാണ് ഗൗരവമായി കാണണമെന്ന് പ്രതിപക്ഷത്തോടും സർക്കാർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സാമ്പത്തിക പ്രയാസം? ഒരു നാടിൻ്റെ വരുമാനം സംസ്ഥാനമുണ്ടാക്കുന്നത് മാത്രമല്ല, അതിനോടൊപ്പം മറ്റു പലതും ചേരേണ്ടതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് വിവിധ ഇനങ്ങളിൽ നൽകേണ്ട വിഹിതം. ആ വിഹിതം വലിയ തോതിൽ കുറയ്ക്കുകയാണ്. ഒന്ന്, നികുതി വിഹിതം. ഒരു സുതാര്യതയുമില്ല, തോന്നുംപടി ചെയ്യുകയാണ്. നമുക്ക് കുറക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് ഇഷ്ടക്കാർക്ക് നല്ലതുപോലെ കൂട്ടിക്കൊടുക്കും. ഇതാണ് അവസ്ഥ. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട റവന്യൂ കമ്മി ഗ്രാൻറ്റ്. നമ്മുടെ അനുഭവം അത് വല്ലാതെ കുറയുന്നു. ഇത്തരം കാര്യങ്ങളിൽ ധനകാര്യ കമ്മീഷനുകളെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്നു. കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുമ്പടി കാര്യങ്ങൾ എത്തിക്കാനുള്ള വിവിധ ഇടപെടലുകൾ വരുന്നു. ഫലം നമ്മുടെ കയ്യിലെത്തേണ്ട പണത്തിൽ വലിയ കുറവ് വരുന്നു. ഇതൊരു ഭാഗം. കേന്ദ്രവും സംസ്ഥാനവും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ സംസ്ഥാനം പണം ആദ്യം ചെലവിടും. ആ ചെലവിട്ട പണം കേന്ദ്രവിഹിതം പിന്നീട് സംസ്ഥാനത്തിന് അനുവദിച്ച് കിട്ടണം. ഇപ്പോൾ അത് അനുവദിക്കില്ല. തരില്ല എന്ന് പറയില്ല, കുടിശ്ശികയാക്കുകയാണ്. ചില കാര്യത്തിൽ വേണ്ടാത്ത തർക്കം ഉന്നയിക്കുകയാണ്. എല്ലാം നേരത്തെ ധാരണയുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സംസ്ഥാനത്തിൻ്റെ കയ്യിലുള്ള പണമാണ് ചെലവിട്ടത്.
അത് തിരിച്ചു കിട്ടിയാലാണ് സംസ്ഥാനത്തിന് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവിടാൻ കഴിയുക. ആ ആവശ്യത്തിന് ചെലവിടാൻ പറ്റാതെ വരുന്നു. എത്രയാ? 5000 കോടി രൂപയിലധികം ഈ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകാനുള്ളത്. ഇതാണ് ഒരു ഭാഗം. ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടാകേണ്ട വരുമാനമാണ് വായ്പയെടുത്ത് കിട്ടുന്ന വരുമാനം. വായ്പ എന്നത് നാടിൻ്റെ ഭാവിക്കുതകുന്ന പദ്ധതികൾ നടപ്പാക്കാനാണ്. അതിലൂടെ വരുമാനമുണ്ടാവും. ആ വരുമാനം വെച്ച് തന്നെ തിരിച്ചടവും സാധിക്കും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ കാണേണ്ടത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭരണഘടന പ്രകാരം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ട ചുമതല സംസ്ഥാനങ്ങൾക്കാണ്. അത് ഭരണഘടന പ്രകാരം തന്നെ അനുവദിക്കുന്നതാണ്. അപ്പോൾ സംസ്ഥാനത്തിന് വായ്പ എടുക്കണമെങ്കിൽ ആ വായ്പ എടുക്കാൻ തീരുമാനിക്കേണ്ടത് സംസ്ഥാനം തന്നെയാണ്. അതാണ് ഭരണഘടന നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നിയമസഭ ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമം തന്നെ പാസ്സാക്കിയത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിന് ഭരണഘടനയൊന്നും ബാധകമല്ല. ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്രം ഇടപെടുന്നു. സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി ഞങ്ങൾ നിശ്ചയിച്ചതാകും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വായ്പാ പരിധിയിൽ കുറവ് വരുന്നു എന്ന് പറഞ്ഞാൽ എടുക്കാവുന്ന വായ്പയുടെ തുകയിൽ കുറവ് വരുന്നു. ഇതൊരു ഭാഗം. അതോടൊപ്പം തന്നെ എടുക്കുന്ന വായ്പയുടെ ഈ കുറഞ്ഞ തുക, കുറഞ്ഞ പരിധി വെച്ചുള്ള തുക, അതും എടുക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു. പുതിയ വ്യവസ്ഥ, കിഫ്ബി എടുക്കുന്ന വായ്പ ഇതിൽപ്പെടുത്തു എന്നാണ് പറയുന്നത്. കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് നൽകുന്നതിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു. ആ കമ്പനി എടുക്കുന്ന വായ്പയും ഈ പരിധിയിൽ ഉൾപ്പെടുത്തും. എന്താ ഉദ്ദേശം? കിഫ്ബിയിലൂടെയാണ് നാടിൻ്റെ പല വികസന പദ്ധതികൾ നടപ്പായിട്ടുള്ളത്. ഇപ്പോൾ 7 വർഷത്തെ അനുഭവം എടുത്താൽ 83,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുത്തിട്ടുള്ളത്. കേരളം വികസിക്കണം, എല്ലാ മേഖലയും അഭിവൃദ്ധിപ്പെടണം, കാലാനുസൃതമായ പുരോഗതി എല്ലാ രംഗങ്ങളിലും ഉണ്ടാകണം എന്നെല്ലാമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിലും ചില ദുഷ്ടമനസ്സുകൾ കേരളം അങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു കേരള വിരുദ്ധ വികാരം രൂപപ്പെട്ട അവസ്ഥയുണ്ട്. അവർക്ക് ഇത്തരം കാര്യങ്ങളോട് താല്പര്യമല്ല. അതെങ്ങനെ തകർക്കാനാകും? ഈ മുന്നോട്ട് പോക്കിനെ എങ്ങനെ തടയാനാകും എന്നാലോചിക്കുന്ന ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഒരു പ്രകടിത രൂപമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ വന്നിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് തടസ്സം സൃഷ്ടിക്കത്തക്ക രീതിയിൽ, വികസന കാര്യങ്ങൾക്ക് തടയിടുന്ന രീതിയിൽ കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ കടപരിധിയിൽ ഉൾപ്പെടുത്തുകയാണ്. എന്നാൽ കിഫ്ബിയെ പോലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെൻറ് വായ്പാ പരിധിയിൽ പെടുന്നുമില്ല. ഇതാണ് അവസ്ഥ. സാമൂഹ്യക്ഷേമ പെൻഷനോ
1600 രൂപ 62 ലക്ഷം പേർക്ക്. എന്തിനാണ് ഇത്രയധികം പണം കൊടുക്കുന്നത്? എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് കൊടുക്കുന്നത്? ആരാ ചോദിച്ച്? കേന്ദ്ര ധനമന്ത്രി. കേന്ദ്ര ഗവൺമെൻറ് നയം. ആ നയമല്ല നമുക്ക്. നാം ഇവിടെ ബദൽ നയം നടപ്പാക്കുന്നു. അതിൻ്റെ ഭാഗമായി 2025 നവംബർ 1 അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു. ഈ രാജ്യത്തൊറ്റ സംസ്ഥാനം, അത് കേരളം. മറ്റാർക്കെങ്കിലും അങ്ങനെയൊരു കാര്യം അവരുടേതായ പരിപാടിയിൽ കണ്ടോ നമ്മൾ? ഇതാണ് കേരളത്തിൻ്റെ ബദൽ നയത്തിൻ്റെ ഒരു സാമ്പിൾ. ഇതിനെയെല്ലാം തകിടം മറിക്കാൻ, അവയെല്ലാം കടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. ചുരുക്കത്തിൽ നാം കാണേണ്ടത്, ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട സംഖ്യയിൽ കുറവ് വരുത്തുമ്പോൾ എത്രയാണ് ആ കുറവ്? കഴിഞ്ഞ 7 വർഷമായല്ലോ. 1000-ഓ 10,000-ഓ കോടിയല്ല. ഇവിടെ വന്നിട്ടുള്ള കുറവ് 1,07,500 കോടിയിൽ പരം രൂപയുടേതാണ്. എങ്ങനെ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവും? ഇത്ര ഭീമമായ കുറവ് സാമ്പത്തിക രംഗത്ത് സംഭവിച്ചാൽ, കയ്യിലുണ്ടാകേണ്ട പണത്തിൽ കുറവ് വന്നാൽ എങ്ങനെ മുന്നോട്ട് പോകും നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന്? ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ്, നിയമവിരുദ്ധമാണ്, നിയമസഭയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്, സർവോപരി രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തിൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിശ്ചയിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ആ വിഷയം. ഈ ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തോട് വീണ്ടും അഭ്യർത്ഥിച്ചു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മന്ത്രിസഭ, ഈ കേരളത്തിന് വേണ്ടി നടത്തിയ അഭ്യർത്ഥന, നിങ്ങൾ നവകേരള സഭ നിങ്ങൾ ബഹിഷ്കരിച്ച് നിൽക്കുന്നു. ഇതിപ്പോൾ ഒരു പ്രത്യേക പ്രശ്നമായി വന്നിരിക്കുകയാണ്. നമ്മുടെ നാട് ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വമടക്കം ലംഘിക്കുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത്. നമ്മൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ ഭിന്നിച്ച് നിൽക്കരുത്. നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയണം. നിങ്ങളുമായി എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളതിന് സന്നദ്ധമാണ്. നമുക്കൊന്നിച്ച് നിൽക്കാം. എന്താ പ്രതികരണം? നിങ്ങളുമായി ഒരു യോജിപ്പിനുമില്ല. ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പെട്ടെന്ന് തന്നെ വന്ന മറുപടി. വീണ്ടും പഴയ അതേ നില. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നില വരുന്നത്? എന്തിനോടാണ് യോജിക്കാൻ കഴിയാത്തത്? ആകെ ഒരു പ്രശ്നം, കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടാകേണ്ട പണത്തിന് തടസ്സം നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ നയം തിരുത്തണം. ഇതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം വളരെ മിതമാണ്. ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായി, നിയമവിരുദ്ധമായി സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നയം തിരുത്തണം. അതിന് കൂടെ നിൽക്കാൻ കഴിയില്ല എന്നാണ്. എന്തുകൊണ്ടാണ് പറ്റാത്തത്? BJPയുടെ മനസ്സിൽ ചെറിയ നീരസം പോലും ഉണ്ടാക്കാൻ അവർ തയ്യാറല്ല. ഇതാണ്
ഇവിടുത്തെ ദൗർഭാഗ്യകരമായ അവസ്ഥ. ബി ജെ പിക്ക് കേരളത്തെക്കുറിച്ച് രൂപം കൊണ്ട മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ബി ജെ പി ആകാവുന്ന ശ്രമമൊക്കെ നടത്തി. കേരളത്തിൻ്റെ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല. സ്വാഭാവികമായി അതിനെതിരായൊരു വികാരം ബി ജെ പിക്ക് ഉണ്ടായിരിക്കാം. അതൊരു കേരള വിരുദ്ധ മനസ്സായി രൂപപ്പെട്ടിരിക്കാം. കേരളത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷ മനസ്സാണ്. ആ മതനിരപേക്ഷ മനസ്സിന് വർഗീയതയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നാളെയും ഇതേ നില തന്നെയാണ് ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് രൂപം കൊണ്ട കേരള വിരുദ്ധ മനസ്സ് അതിനോട് അതേപടി ചേർന്ന് നിൽക്കാൻ എങ്ങനെയാണ് കോൺഗ്രസ്സിന് കഴിയുന്നത്? കോൺഗ്രസ്സിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ ഉന്നയിക്കാൻ കഴിയുന്നുണ്ടോ? കേരളത്തിൽ നിന്ന് 20 ലോക്സഭാംഗങ്ങളാണുള്ളത്. ആ 20-ൽ 18 പേര് യു ഡി എഫുകാരാണ്. ആ യു ഡി എഫുകാർ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രശ്നം ഉന്നയിച്ചോ? കേന്ദ്രം തുടർച്ചയായി കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശബ്ദിച്ചോ? നിരന്തരമായി കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ ശബ്ദിച്ചോ? എന്തേ അവർക്ക് പറ്റാത്തത്? അവരുടെ ശബ്ദം പൊങ്ങുന്നില്ലല്ലോ. ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. അപ്പോൾ നവകേരള സദസ്സ് ബഹിഷ്കരിക്കാൻ വേറെ കാരണമൊന്നുമില്ല. നവകേരള സദസ്സ് ഉന്നയിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തോട് അവർക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ആ യഥാർത്ഥ പ്രശ്നം കേന്ദ്രം കാണിക്കുന്ന അവഗണനയും വിവേചനവുമാണ്. അതിന് ഇടയാക്കുന്നത് ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട മനസ്സ് വന്നതുകൊണ്ടാണ്. കേരള വിരുദ്ധ മനസ്സ് ബി ജെ പിക്ക്, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ്, അതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നിട്ടുള്ളത്. ഈ ബഹിഷ്കരണം ജനങ്ങളെങ്ങനെയാണ് സ്വീകരിച്ചത്? ജനങ്ങളിതൊന്നും കണക്കാക്കിയതേയില്ല. നമ്മുടെ നാട് ഒന്നാകെയാണ് നവകേരള സദസ്സിനോടൊപ്പം സഞ്ചരിക്കുന്നത്. ഓരോ സദസ്സിലും 10,000 വന്ന് പങ്കെടുക്കുന്നു. വഴിനീളെ നവകേരള സദസ്സിന് ആശീർവാദം നൽകാനും അഭിവാദ്യമർപ്പിക്കാനും ആഭാരവൃദ്ധം ജനങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾ സഞ്ചരിക്കുന്ന റോഡ്, വീടുകളുടെ മുന്നിൽ, കടകളുടെ മുന്നിൽ, കവലകളിൽ, സ്ഥാപനങ്ങളുടെ മുന്നിൽ, ചെറിയ പട്ടണങ്ങളിൽ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ ആളുകളാണ് അണിനിരക്കുന്നത്. ഒരു വീട്ടിൻ്റെ മുന്നിൽ ആ വീട്ടിലുള്ളവരായിരിക്കും. പക്ഷെ ഒരു പട്ടണത്തിലെത്തുമ്പോൾ അത് ആയിരക്കണക്കിലാവുകയാണ്. ഇതാണ് ഈ കഴിഞ്ഞ 35 ദിവസവും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ജനങ്ങൾ ഈ നാടിനെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒന്നിനോടും സമരസപ്പെടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കൃത്യമായൊരു സന്ദേശം സർക്കാർ നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങളുണ്ട് കൂടെ എന്ന്. അതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. 5ാം ക്ലാസ് മുതൽ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുടങ്ങാതെ സംഭാവന ചെയ്യുന്ന ഒരു കൊച്ചുമിടുക്കൻ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് മുന്നിൽ മണി ചെയിൻ എന്ന ആശയം മുന്നോട്ട് വച്ച വിദ്യാർത്ഥി എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെൻറ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന സഹാറ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബെസ്റ്റ് ചൈൽഡ് ടാലൻറ്റ് അംബേദ്കർ അവാർഡ്
2023 അർഹനായിരിക്കുന്ന ആദർശാണ്. ഈ പുരസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദർശിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു. നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം നവകേരള സദസ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത് സഹകരിച്ച എല്ലാ ബഹുമാന്യർക്കും നെയ്യാറ്റിൻകര